നിങ്ങൾക്ക് അത്രയൊന്നും ചോദിച്ചിട്ട് കണ്ടില്ല. നമുക്ക് റേഷ്യോ തന്നെയാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാറുള്ളത്. ഓക്കെ, റേഷ്യോ ആണ് മെയിൻ ആയിട്ട് ചോദിക്കാറ്. റേഷ്യോ പ്രൊപ്പോർഷൻ രണ്ട് വേറെ കുറച്ച് ഒരു വ്യത്യാസമുള്ള സാധനങ്ങളാണ്. ആദ്യമായിട്ട് എന്താ റേഷ്യോ എന്നുള്ളത്? റേഷ്യോ എന്ന് വെച്ചാൽ അംശബന്ധം കേട്ടോ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ അംശബന്ധം. എന്താ റേഷ്യോ എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഒരേ യൂണിറ്റ് ഉള്ള രണ്ട് അളവുകൾ തമ്മിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഈ റേഷ്യോ ഉപയോഗിക്കുന്നത്. ഞാൻ പേഴ്സൻറ്റേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഴ്സൻറ്റേജ് നമുക്ക് ഒരു കാര്യം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇപ്പൊ ഒരാളുടെ ആനുവൽ ഇൻകത്തിന്റെ 50% എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾ ചെലവാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. 50% ചെലവാക്കി 50% സേവിങ് ആണ്, അപ്പൊ പകുതി സേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ കാര്യങ്ങൾ പെട്ടെന്ന് കമ്പയർ ചെയ്തിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പേഴ്സൻറ്റേജ് അതേപോലെ ഈ റേഷ്യോ ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ റേഷ്യോ ഉപയോഗിക്കുമ്പോൾ ഞാൻ വളരെ എളുപ്പത്തിലാണെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ എന്താണ്, ഒരു ക്ലാസ്സിൽ രണ്ട് കുട്ടികൾ കേട്ടോ. ഇപ്പൊ എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് രണ്ട് കുട്ടികളാണ്. അപ്പോൾ ഒരു ക്ലാസ്സിലേക്കട്ടോ, ഒരു സ്കൂളിൽ രണ്ട് കുട്ടികളാണ്. സ്കൂളിൽ രണ്ട് കുട്ടികളുടെ എന്റെ വയസ്സ് 20 ബിയുടെ വയസ്സ് എന്ന് പറയുന്നത് 10. ഓക്കെ, രണ്ടാളുടെ ഏജ് ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്, ഏജ്. അപ്പൊ ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എല്ലാം എന്തായിരിക്കും, 20/10. എപ്പോ റേഷ്യോ ഡിവൈഡ് ചെയ്തിട്ടാണ് എഴുതുക. നമ്മൾ ഒരു സംഖ്യനെ ഡിവൈഡ് ചെയ്തിട്ട് മറ്റേ സംഖ്യനെ ഡിവൈഡ് ചെയ്തിട്ടാണ് എഴുതുക. ഇതിന്റെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യന്റെ ഫോമിലാണ് നമ്മൾ മാറ്റി എഴുതുക റേഷ്യോന്. ഓക്കെ, അപ്പൊ 20/10 എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ആക്കി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? നമുക്ക് 10 കൊണ്ട് മുകളിൽ താഴെ ഹരിക്കാം അല്ലെ. അപ്പൊ താഴെ ഒരു 2/1 എന്നാവും. ഇതാണ് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. 20/10 ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ 2/1 എന്നാണ് ഇത് മാറുക. ക്ലിയർ ആണേ? അപ്പൊ ഇതിനെ നോക്ക്, ആ ഡിവൈഡ് ചെയ്ത് 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മൾ റേഷ്യോയിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക, 2:1. 2:1 എന്നാണ് വായിക്കുക, എന്നാണ് എഴുതുക, 2:1. കണ്ടോ? ഇതിന്റെ അർത്ഥം എന്താ അറിയോ? ഇതെനിക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. അതായത് ആ സ്കൂളിൽ രണ്ട് കുട്ടികളായിട്ടുള്ള എ ബിന്റെ വയസ്സ് എങ്ങനെയാ വരിക എന്നറിയോ? അവരുടെ പ്രായം 2:1 ആണ്. എന്ന് വെച്ചാൽ എപ്പോ നിങ്ങൾ നോക്കിയാലും എയുടെ വയസ്സിന്റെ നേരെ പകുതിയായിരിക്കും ബിയുടെ വയസ്സ്. അതായത് ഒരാളുടെ വയസ്സിന്റെ ഇരട്ടിയാണ് മറ്റേയാളുടെ പ്രായം. അതാണ് ഈ റേഷ്യോ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം. അപ്പൊ ഞാൻ ചോദിക്കുവാണ്, ഇപ്പം എന്താണ്, എയുടെ വയസ്സ് 40 ആയിട്ടുണ്ട് ഏതോ ഒരു ടൈമില്. അങ്ങനെയാണ് ബിയുടെ വയസ്സ് എത്രയായിരിക്കും? എയുടെ വയസ്സ് 40 ടൈമില് 20. അപ്പൊ ബിയുടെ വയസ്സ് 20 ആയിരിക്കും, നേരെ പകുതിയായിട്ടുണ്ടാവും. അപ്പൊ ഇവരുടെ റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. ഒരു ക്വാണ്ടിറ്റിയെ കമ്പയർ ചെയ്യാൻ. എപ്പം വയസ്സ് തന്നെ ആവണമെന്നില്ല, അത് ചിലപ്പോൾ എന്തായിരിക്കും, മാർക്കായിരിക്കാം, എന്തും ആവട്ടോ, മാർക്കായിരിക്കും. പക്ഷെ ഒരേ യൂണിറ്റ് ആയിരിക്കും. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഒരേ യൂണിറ്റ് എന്ന് വെച്ചാൽ ഇപ്പം എയുടെ വയസ്സും എന്താണ് ബിയുടെ മാർക്കും തമ്മിൽ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു തരത്തിലൊരു ബന്ധമില്ലാണ്ട് ഇപ്പൊ അവിടെ. ഓക്കെ, അതാണ് ഞാൻ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു എ എന്നുള്ള ഒരാളുടെ വയസ്സും ബിയുടെ ഒരു പരീക്ഷ കിട്ടിയ മാർക്കും തമ്മിൽ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതൊരു ബന്ധമില്ല, തീരെ ഒരു ബന്ധമില്ല. അപ്പോ ഒന്നെങ്കിൽ എയുടെയും ബിയുടെ മാർക്കുകൾ തമ്മിൽ, അല്ലെങ്കിൽ എയുടെയും ബിയുടെ വയസ്സുകൾ തമ്മിൽ, വെയിറ്റുകൾ തമ്മിൽ. ഓക്കെ, അങ്ങനെയൊക്കെ പല രീതിയിൽ എന്ത് ചെയ്യാം, ആ രീതിയിൽ ഒരേ യൂണിറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് എന്ത്, അംശബന്ധം. ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതാണ് അംശബന്ധം. A:B എന്നാണ് നമ്മൾ എഴുതുക. അത് തന്നെയാണ് A/B കേട്ടോ. A/B എഴുതി കഴിഞ്ഞാലും അത് തന്നെയാണ്. ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞിരിക്കുന്നില്ല എന്തെങ്കിലും ഡൗട്ട് ആണോ നിങ്ങൾ പറഞ്ഞേ? ക്വസ്റ്റ്യൻ ചെയ്യേണ്ട എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഒരു റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു യൂണിറ്റുള്ള രണ്ട് അളവുകളെ തമ്മിൽ നമുക്ക് എളുപ്പത്തിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് 3:1 എന്നുള്ളതാണ് എന്ത്, ഒരു കമ്പനിയിലെ രണ്ടുപേരുടെ സാലറി. ഓക്കെ, രണ്ടുപേരുടെ ഒരു കമ്പനിയിലെ സാലറി എന്ന് പറയുന്നത് 3:1 റേഷ്യോയിലാണ്. ഓക്കെ, അപ്പോ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ? ഒരാൾക്ക് കിട്ടുന്ന സാലറിയുടെ എത്ര മടങ്ങ് മറ്റേയാൾക്ക് കിട്ടുന്നത്? 3 മടങ്ങാണ്. ഓക്കെ, ഒരാൾക്ക് എത്ര സാലറി കിട്ടുമോ അതിന്റെ 3 മടങ്ങ് മറ്റേയാൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഇത് അർത്ഥാക്കുന്നത് 3:1 എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ 3:1 എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്ന എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. 3:5 ചിലപ്പം തരും. അപ്പൊ നിങ്ങൾ ഇതെങ്ങനെ കമ്പയർ ചെയ്യാന്നുള്ളത്. അതായത് ഈ 3 കിട്ടുന്ന ആളുടെ ഒരു കഷ്ണാക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ 5 കഷ്ണങ്ങൾ ഉണ്ടാവും ഇയാൾക്ക്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യാന്നുള്ളത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോയിന്റുകളിൽ ഒരു പോയിന്റ് കേട്ടോ ഒന്നുകൂടി ഒന്ന് ക്രോഡീകരിച്ച് പറയണേ. റേഷ്യോ നമ്മൾ എപ്പോഴും എഴുതുന്നത് ഭിന്നസംഖ്യ ആയിട്ടാണ്. ഏതുപോലെ? A/B പോലെ, 3/5 പോലെ. ഇത് വേറെ രീതിയിൽ എഴുതുന്നതാണ് 3:5. ഓക്കെ, അപ്പൊ 3/5 തന്നെയാണ് 3:5 എന്ന് വായിക്കുന്നത്.
രണ്ട് ഒരേ യൂണിറ്റുള്ള രണ്ട് അളവുകൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് കമ്പയർ ചെയ്യുന്നത്. ഇനി ഭിന്നസംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും ഈ റേഷ്യോ എന്ന് പറയുന്നത്, അംശബന്ധം എന്ന് പറയുന്നത് എപ്പോഴും ഭിന്നസംഖ്യയുടെ ഏറ്റവും ചെറിയ രൂപത്തിലാണ് ഉണ്ടാവുക. നിങ്ങളൊരു ഭിന്നസംഖ്യ 50:10 എന്നൊന്നും കാണൂല. ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് മാറ്റി എഴുതിയത് 5:1 എന്നാ കാണും ഇത്. ഓക്കെ, അപ്പൊ ഭിന്നസംഖ്യ എല്ലപ്പോൾ ഒരു ചെറിയ ഫോമിലേക്ക് ആക്കിയിട്ടുണ്ടാവും. ആ ഭിന്നസംഖ്യയുടെ റേഷ്യോ എല്ലപ്പോൾ ഭിന്നസംഖ്യയുടെ ഏറ്റവും ചെറിയ രൂപത്തിലാണ് മാറ്റി എഴുതുക. അതാണ് ഇതിലെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി നോക്ക്. 3:4 തുല്യമല്ലാത്ത അംശബന്ധം ഏത്? അതായത് റേഷ്യോ ഏത് എന്നാ ചോദിക്കുന്നത്. ഏതാ ഇതില് തുല്യമല്ലാത്തത്? 3:4 എന്ന് വെച്ചാൽ 3/4. ഞാൻ പറഞ്ഞിട്ടുണ്ടേ, 3:4 എന്ന് വെച്ചാൽ 3/4 ആണ്. അപ്പൊ എന്താണ് ഇതിന് തുല്യമല്ലാത്ത അംശബന്ധം എന്ന് പറഞ്ഞാൽ ഏതാ? 9:16. ഏതോ ഭിന്നസംഖ്യ ചെറുതാക്കി എഴുതിയതാണ്. അല്ല, ഇത് ഈ 3:4 എന്നുള്ള ഏതോ ഭിന്നസംഖ്യ ചെറിയ ഫോമിലാക്കി എഴുതിയതാണ്. അപ്പൊ ഇതിന്റെ വലിയ ഫോമുകൾ എടുത്തു നോക്കാം നിങ്ങൾ, ഏതൊക്കെയാ കിട്ടുക എന്നുള്ളത്. ഇപ്പൊ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ എന്ത് കിട്ടും? 6/8. അപ്പൊ ഇത് തുല്യാണ്, 6/8 എന്ന് കിട്ടും. കാരണം 6/8 ചെറുതാക്കിയിട്ടാണ് പിന്നെ 3/4 എന്ന് എഴുതുന്നത്. ഇനി അടുത്ത് നിങ്ങൾ 15/20 എടുത്ത് നോക്ക്. ഇതൊന്ന് ചെറുതാക്കി നോക്കുക. 15/20 എടുത്തേ. 15/20 എടുത്ത് മുകളിലും താഴെ പറ്റുന്ന നമ്പർ കൊണ്ടായിരിക്കുക. ഏത് നമ്പർ കൊണ്ടായിരിക്കാൻ പറ്റുന്നത്? 5 കൊണ്ടായിരിക്കാം. അപ്പൊ മുകളിൽ 5 കൊണ്ട് അടിച്ചാൽ 3 വരും, താഴെ 5 കൊണ്ട് 5 വരും. അപ്പൊ 3/4 തന്നെ എന്ന് വെച്ചാൽ 3:4 തന്നെ. അതും റെഡിയാ. അടുത്ത് 24/32 ചെറുതാക്കി നോക്കൂ. 24/32. ഏത് സംഖ്യ ഉണ്ടായിരിക്കാം? 8 കൊണ്ട് അറിയാം. 2 കൊണ്ട് കരിക്കാൻ 2-3 സ്റ്റെപ്പ് അഡീഷണൽ ചെയ്യേണ്ടി വരും. 8 കൊണ്ട് 8 കൊണ്ട് അടിച്ചാൽ 3, 32 8 കൊണ്ട് അടിച്ചാൽ 4. അപ്പൊ അതും 3:4 തുല്യാണ്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ. നമുക്കൊന്ന് ചെറുതൊക്കെ നോക്കാം. 9/16. 2-ൽ പോകുന്ന സംഖ്യ ഏതെങ്കിലും ഉണ്ടോ? 2-നെ ഹരിക്കാൻ പറ്റുന്ന, അതായത് 9-നെ 16-നെ ഹരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? 3. 15-നെ ഹരിക്കാൻ പറ്റും. അപ്പൊ ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? ഇത് ചെറുതാക്കാൻ പറ്റൂല. അപ്പൊ 9/16 എന്ന് വെച്ചാൽ 9/16-നെയാണ്. അത് വേറെ ഏതോ ഒരു റേഷ്യോ ആണ്, വേറെ ഏതോ ഒരു അംശബന്ധമാണ്. 3:4 ആണ് അത്? അല്ല, 3:4 അല്ല. കാരണം ഇതിന് ചെറുതാക്കാൻ പറ്റുന്നില്ല നമുക്ക്. മുകളിൽ താഴെ ഒരേ നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റണം. അങ്ങനെ ഒരു നമ്പർ ഇല്ല ഇതില്. 3 കൊണ്ട് മുകളിൽ ഹരിക്കാം, പക്ഷെ താഴെ ഹരിക്കാൻ പറ്റില്ല. 4 കൊണ്ട് താഴെ ഹരിക്കാം, പക്ഷെ മുകളിൽ ഹരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിൽ ചെറുതാക്കാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും ചെറിയ ഫോം, 9/16 ഏറ്റവും ചെറിയ ഫോം. അപ്പോ തുല്യമല്ലാത്ത അംശബന്ധം ഏതാ ഇതിൽ വരുക? ആൻസർ 9/16 ആണ് ഇതിന് തുല്യമല്ലാത്തത്. ക്ലിയർ ആണ്? 9/16 ഇതിലെ തുല്യമല്ലാത്ത ഒരു അംശബന്ധം എന്ന് പറയുന്നത്. അതായത് അംശബന്ധം എപ്പോഴും ഉണ്ടാവുക ചെറിയ ഫോമിലേക്ക് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ചെറിയ ഫോമിലേക്ക് ആക്കി നോക്കുക. ഇനി ഇവിടെ വെച്ച് ഞാൻ ഇതില് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അങ്ങ് പറയാണ്. ഇവിടെ വെച്ചിട്ട് ഏകദേശം എല്ലാവരും ജോയിൻ ആയിട്ടുണ്ടാ? നമുക്ക് ഡൗട്ട് ഉണ്ട്, നിങ്ങളത് പറഞ്ഞേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് അതിന് ശേഷം എടുക്കാം. ഡൗട്ട് ഇല്ല. ഇപ്പൊ ഈ 6:8 എന്ന് എഴുതിയാലേ നമുക്ക് അപ്പൊ തന്നെ 6/8 എന്ന് എഴുതാല്ലേ? എന്തോ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ 6/8 എന്ന് എഴുതാം, ഒരു കുഴപ്പമില്ല. 6/8 എന്ന് എഴുതാം. അങ്ങനെ മൊത്തത്തിൽ എഴുതാം. അപ്പൊ 3:4 എന്നുള്ളത് 3/4 തന്നെ. 3/4. അതെ, അങ്ങനെ എഴുതാൻ പറ്റൂല. ഇങ്ങനെ ഓക്കെ. ഇനി ഓക്കെ, ഞാൻ പറയാണേ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു മെത്തേഡിലേക്ക്, ഈ പറയുന്ന പോയിന്റ് വെച്ചിട്ട്. നിങ്ങൾ ഇവിടെ നോക്ക്. അതായത് 3:4 എന്നുള്ള സംഖ്യ ഞാൻ നോക്കി നോക്ക്. 3/4 അല്ലെ? ഏതോ ഒരു കോമൺ ആയിട്ടുള്ള സംഖ്യ ഉണ്ടല്ലേ ഇവിടെ ഒക്കെ ഗുണിക്കുന്നത്. മുകളിൽ 2 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്, താഴെ 2 കൊണ്ട് ഗുണിക്കും. ക്ലിയർ ആണേ? ഇവിടെ ആണെങ്കിലോ ഞാൻ എത്ര കൊണ്ടായി ഗുണിച്ചിട്ടുണ്ടാവുക? 3/4-നെ എനിക്ക് ഇപ്പൊ 15/20 എന്നുള്ളൊരു നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? 15/20 5 ഉണ്ട്. അതായത് ആ പോയിന്റ് പറയാണേ. ആ പോയിന്റ് എന്താന്ന് വെച്ചാല്, ഈ ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ ആ പോയിന്റ് പറഞ്ഞു തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് ചോദിച്ച് കാണുന്നുള്ളത്. ഇപ്പൊ 2 സംഖ്യകൾ 5:6 എന്ന അംശബന്ധത്തിലാണ്. ആദ്യത്തെ സംഖ്യ 150 എങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്ര? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ലോണം എന്ത് ചെയ്യുന്നുണ്ട്, ജനറൽ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ടൈപ്പാണ്.
ഇങ്ങനെ അംശബന്ധം തന്നിട്ട് ആദ്യത്തേത് രണ്ടാമത്തേത് എന്നുള്ള ചോദിക്കുന്നത്, അല്ലെങ്കിൽ സംഖ്യകളുടെ തുക എത്ര എന്നുള്ള രീതി ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് സംഖ്യകളുടെ അംശബന്ധം നമുക്ക് തന്നിട്ട് 5:6 അല്ലെ, 5:6. അതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, 5/6 എന്ന് എഴുതാം. ക്ലിയർ ആണേ? അപ്പൊ സംഖ്യകൾ അറിയോ? സംഖ്യകൾ അറിയില്ല, നമുക്ക് എന്ത് മാത്രമേ അറിയൂ, 5:6. റേഷ്യോ മാത്രമേ അറിയുന്നുള്ളൂ. സംഖ്യ ഏതാന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, ജസ്റ്റ് റേഷ്യോ മാത്രമേ അറിയൂ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഞാൻ എല്ലാം നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എന്താ, എപ്പോഴും താഴെ മുകളിൽ ഒരേ സംഖ്യ കൊണ്ടല്ലേ ഗുണിക്കുന്നത്. അപ്പൊ 30 എടുത്താൽ മതില്ലേ? അപ്പൊ എപ്പോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോ അറിയില്ല ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുന്നെന്ന് അറിയില്ല. ജസ്റ്റ് അതിന്റെ ഒപ്പം ഞാൻ പറയാണ്, ഞാൻ എക്സ് കൊണ്ട് ഗുണിച്ചായിരിക്കും. അപ്പൊ എനിക്ക് എത്ര കിട്ടിയത്, 5x-ഉം 6x-ഉം. ഇതാണ് നമ്മുടെ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന റിയൽ നമ്പേഴ്സ് ഇതാണ്. എന്ന് വെച്ചാൽ എന്താ, രണ്ട് സംഖ്യകൾ 5:6 എന്ന അംശബന്ധത്തിലാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയായിരിക്കും, 5x-ഉം 6x-ഉം. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നിട്ടും ഇതേപോലെ റേഷ്യോ തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ രണ്ടുപേരുടെ പ്രായത്തിന്റെ അംശബന്ധം 3:2. അപ്പൊ നിങ്ങൾ ഒറ്റയടിക്കുക അത് കാണുമ്പോൾ തന്നെ എഴുതണം. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഒറിജിനൽ പ്രായം 3x 2x 2x 3x 2x 3x 2x 3x 2x എന്തോ ആവട്ടെ, 3x 2x. അതായത് രണ്ട് സംഖ്യകൾ 5:6 എന്ന അംശബന്ധത്തിലാണെങ്കിൽ ശരിക്കുള്ള സംഖ്യകൾ 5x-ഉം 6x-ഉം. ക്ലിയർ ആണ്? അതായത് ആദ്യത്തെ സംഖ്യ 5x-ഉം രണ്ടാമത്തെ സംഖ്യ 6x-ഉം ആണ്. രണ്ടു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞ് ഇതിന്റെ 50% കഴിഞ്ഞോട്ടെ. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് 50% കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താന്നുള്ളത് ഒരു ക്ലൂ കിട്ടും, എന്താ ചെയ്യേണ്ടതെന്നുള്ള. ആദ്യത്തെ സംഖ്യ എത്രയാ, 5x = 150 അവര് തന്നിട്ടുണ്ട്. ആദ്യത്തെ സംഖ്യ 150 തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ, നമ്മൾ ആദ്യത്തെ സംഖ്യ എത്രയായിരുന്നു, 5x അല്ലേ, 5x 150. 5x അപ്പൊ x എത്രയാ, 5 അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ 150 ഡിവൈഡ് ബൈ 5 30. അപ്പൊ 150 5 കൊണ്ട് ഡിവൈഡ് 15 5. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണേ, പ്രോബ്ലം നല്ലോണം ചെയ്യണേ. പെട്ടെന്ന് ചാടിയിട്ട് എഴുതി കഴിഞ്ഞാൽ ആൻസർ ഇതിലുള്ള പോലെ തന്നെ കിട്ടും. അപ്പൊ 150 ഡിവൈഡ് ബൈ 5 ചെയ്താല് 15 5 3 പ്രാവശ്യം. അപ്പൊ എത്ര വരും, 30. അപ്പൊ x എത്ര കിട്ടി, 30. x 30 കിട്ടി. ഇനി നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതിൽ കിട്ടും. ആദ്യത്തെ നമ്പർ എത്രയായിരുന്നു, 150 5x. രണ്ടാമത്തെ നമ്പർ എത്രയാ, അത് 6x ആ. എന്ന് വെച്ചാൽ എത്രയാ, 6x എന്ന് വെച്ചാൽ x കിട്ടിയത് നമുക്ക് ഇവിടെ 6 × 30. അപ്പൊ 150. അപ്പൊ രണ്ടാമത്തെ സംഖ്യ കിട്ടി 150 ആണ്. ക്ലിയർ ആണേ? അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ, രണ്ടാമത്തെ സംഖ്യ എത്രയാന്ന് ചോദിക്കുന്നത്. രണ്ടാമത്തെ സംഖ്യ എത്രയാ, 180. അപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് ഞാനൊന്ന് പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. റേഷ്യോ അംശബന്ധം തന്നാല് എക്സ് അതിന്റെ ഒപ്പിട്ടിട്ട് അങ്ങ് മാറ്റി എഴുതുക. രണ്ടാമത്തെ സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാനുള്ള ക്ലൂ കിട്ടും. ഓക്കെ, അങ്ങനെ എക്സ് കണ്ടുപിടിക്കാനുള്ള ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ എക്സ് കണ്ടുപിടിച്ചിട്ട് എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചത് അതിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. ഇത് വളരെ സിമ്പിൾ ആണ് സംഭവം. നോക്കിയേ, ഒരു സ്കൂളിന്റെ ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ എണ്ണങ്ങൾ തമ്മിലുള്ള അംശം തന്നിട്ടുണ്ട്. അപ്പൊ ആൺകുട്ടികൾ എത്രയാ, ഒറിജിനൽ എത്ര പേരുണ്ട്, 5x. പെൺകുട്ടികൾ ഒറിജിനൽ എത്ര പേരുണ്ട്, ശരിക്കും എത്ര പേരുണ്ട്, 4x. ഇനി അടുത്ത വായിച്ചു നോക്കാം, അടുത്ത സെന്റൻസ്. അതിൽ 200 ആൺകുട്ടികളാണെങ്കിൽ അപ്പൊ ഏതാ ഇതില് 200 വരുന്നത്, 5x = 200. 5x = 200 ആണ്. അപ്പൊ നമുക്ക് x കണ്ടുപിടിക്കാം, നേരെ x കണ്ടുപിടിക്കാം. 5x = 200 കൊടുക്കുക, x = 200 ഡിവൈഡ് ബൈ 5 കൊടുക്കുക. അപ്പൊ എത്ര വരുമോ, 20 5 4 പ്രാവശ്യം, പിന്നെ ഒരു 0 40. റെഡി? ഇനി അടുത്ത എന്താ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വായിച്ചോ കണേ, കറക്റ്റ് കേട്ടോ. എപ്പോഴും പെൺകുട്ടികളുടെ എണ്ണം ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുക. ആ സ്കൂളിൽ ആകെ കുട്ടികളുടെ എണ്ണം എന്നൊക്കെ ചോദിക്കുക. അതൊക്കെ എങ്ങനെയാ വരുന്നുള്ള പറഞ്ഞുതരാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, പെൺകുട്ടികൾ എത്ര. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്രയാ, 4x അല്ലേ, 4x 4 × 40 160. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത നിങ്ങൾ ചെയ്യണം, ഇത് വേണ്ട, ഇത് നമുക്ക് രണ്ടാമത്തെ ഒരു മോഡലാണ് വരുന്നത്. അതിന്റെ മുന്നേ ഈ ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ ചെയ്ത 60 രൂപയെ 2:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചു. ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും, എത്ര കിട്ടൂ,
എത്ര രൂപ ഇത് കിട്ടും? 5x 36. ആ ഓക്കെ, ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കി. അല്ലെങ്കിൽ ഓരോരുത്തർക്കും കിട്ടുന്ന തുക എത്രയായിരിക്കും? 2x-ഉം 2x-ഉം 3x-ഉം. 3x. ഓരോരുത്തർക്കും കിട്ടുന്ന ഒറിജിനൽ തുക 2x ആയിരിക്കും 3x ആയിരിക്കും. അത് എത്രയാന്ന് നമുക്കറിയില്ല, നമ്മൾ കണ്ടുപിടിക്കും അത് എന്തോ ആട്ടെ. ഇനി അടുത്തത് പറയുന്നത് എന്താ? ഈ 60 രൂപയാണ് എന്ത് ചെയ്യുന്നത് ഇവർ കറക്റ്റ് ആയിട്ട് ഭാഗിച്ചു കൊടുക്കുന്നത്. അതായത് ഈ 2x-ഉം 3x-ഉം കൂടി, അതായത് ഇവർക്ക് ഭാഗിച്ചു കൊടുക്കുന്ന ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണോ? 60 കിട്ടണം. അതായത് ഒരാളുടെ കയ്യിൽ 2x എത്ര രൂപ ഉണ്ട്? 3x രൂപ ഉണ്ട്. അത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും 60 രൂപ കിട്ടണം. കാരണം 60 രൂപയാണല്ലോ ഭാഗിച്ചു കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ 2x-ഉം 3x-ഉം കൂട്ടിയാൽ എത്ര കിട്ടൂ? 60. അതിന്റെ അർത്ഥം 5x എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? 5x = 60. അപ്പൊ x = 60/5 12 കിട്ടും. x = 60/5. 2 × ഇനി എത്ര രൂപ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടുന്ന ചോദിക്കുന്നത്? ഓരോരുത്തർക്ക് കിട്ടുന്ന എമൗണ്ട് നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. 2x ആണ് 3x ആണ്. എന്ന് വെച്ചാൽ 24 2 × 12. ഒന്നുകൂടി പറഞ്ഞുതരാം, മനസ്സിലാക്കി. അതായത് ഇതിന്റെ ലാസ്റ്റിൽ പോയിന്റ് പറയട്ടെ. അപ്പൊ അടുത്ത ആൾക്ക് കിട്ടുന്നത് 3x ആയിരിക്കും. 3 × 12 എത്രയാ? 36. സാറി കണക്കൊന്നുകൂടെ പറയോ? ഒന്നുകൂടി പറയണേ. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇവിടുത്തെ ഒരു 60 രൂപ ഉണ്ട്. 60 രൂപേനെ എന്ത് ചെയ്യാണ്? 2:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചിട്ട് 2 പേർക്ക് കൊടുക്കുവാണ്. കാരണം 2 പേർക്ക് കൊടുക്കുമ്പോൾ 2:3 എന്നുള്ളതാ ഭാഗിക്കുക. ഇനി 3 പേർക്ക് കൊടുക്കുന്നതാണെങ്കിൽ 2:3:4 എന്നൊക്കെ ആവാം. അങ്ങനെ ആവാം, എന്തോ ആവട്ടെ. അപ്പൊ 2 പേർക്ക് 2:3 എന്ന ഭാഗിച്ചിട്ട് ഈ 60 രൂപേനെ കൊടുക്കുവാണ്. മൊത്തം എന്റെ കയ്യിൽ 60 രൂപയാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ആൾക്ക് കിട്ടുന്ന അംശബന്ധം 2:3 ആദ്യത്തെ ആൾക്ക് എത്ര രൂപ കിട്ടും? ശരിക്കും ഒറിജിനൽ നമ്മൾ എന്തായിരുന്നു ട്രിക്ക്? ആദ്യത്തെ ആൾക്ക് എത്ര കിട്ടും? 2. രണ്ടാമത്തെ ആൾക്ക് എത്ര കിട്ടും? 3x. ഓക്കെ. അപ്പൊ ഈ 60 രൂപേനെ വിഭജിച്ചിട്ടാണ് 2 പേർക്കും കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഈ തുക രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 60 കിട്ടണ്ടേ? 2 പേർക്ക് വിഭജിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവരുടെ കയ്യിലുള്ള കൂട്ടിക്കഴിഞ്ഞാൽ 60 കിട്ടണം ആണല്ലോ. അപ്പൊ 2x-ഉം 3x-ഉം കൂട്ടിയാൽ എത്ര ആവണോ? സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ലെങ്കിൽ ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്ത് നോക്കുക. വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല ഇവിടെ. അപ്പൊ 2x-ഉം 3x-ഉം കൂട്ടിയാൽ എത്ര ആവണോ? എത്ര കിട്ടണോ? 60 കിട്ടണം. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നെങ്കിലോ? അതായത് എന്താ? ആദ്യത്തെ ആൾക്ക് കിട്ടിയത് 30 രൂപയായിരുന്നെങ്കിൽ എന്നെങ്ങനായിരുന്നു പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു കൊടുക്കേണ്ടത്? 2x = 30. ഇവിടെ അങ്ങനെയൊന്നല്ല പറഞ്ഞത്. ആ മൊത്തം ഭാഗിച്ചത് എത്രയാണോ 60 രൂപയാണ് ഭാഗിച്ചത്, അത് ഫുള്ളായിട്ട് ഭാഗിച്ച് 2x-ഉം 3x-ഉം ആക്കി മാറ്റുന്നുണ്ട്. അപ്പൊ 2x-ഉം 3x-ഉം കൂട്ടിയത് എന്തിനു തുല്യമായിരിക്കും? 60-ന് തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ 2x-ഉം 3x-ഉം കൂട്ടിയാൽ നമുക്കറിയാം 5x ആണ്. 5x 60-ന് തുല്യ. സോ x എന്ന് പറയുന്നത് 5 ഗുണിക്കണാണേ, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം എന്നാവും. 60 ഹരിക്കണം 5 എന്ന് വെച്ചാൽ 12. അപ്പൊ എക്സിന്റെ വില കിട്ടി. എക്സിന്റെ വില 12 കിട്ടി. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ എന്താ നോക്കാം? ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടി. അപ്പൊ ഞാൻ അത് ആദ്യം എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ആൾക്ക് കിട്ടിയത് 2x ആണ്. ഇപ്പൊ എക്സിന്റെ വില നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇനി അത് ധൈര്യമായിട്ട് കൊടുക്കാം. 2 × 12 ആയിരിക്കും. എക്സിന്റെ വില 12. 2 × 12 24. അടുത്തതോ 3x എന്ന് പറയുമ്പോ 3 × 12. 3 × 12 എത്ര? 12 × 24 36. അപ്പൊ അവർക്ക് കിട്ടിയ ഒറിജിനൽ തുക എന്ന് പറയുന്നത് എത്രയാ? 24-ഉം 36. ഹലോ സർ, ഇത് ഇപ്പൊ ആദ്യത്തെ ആൾക്ക് കിട്ടിയത് 60 × 2/5 അങ്ങനെ വെച്ച് ചെയ്തൂടെ? അങ്ങനെ വെച്ച് ചെയ്യാം. 60 × 2/5. നിങ്ങൾക്ക് വേറെ മെത്തേഡുകൾ അറിയെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്തോളേ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു മെത്തേഡും അറിയാത്തവർ മാത്രം ഇത് ഫോളോ ചെയ്താൽ മതി. കുറെ മെത്തേഡുകളുണ്ട് ഈ അംശബന്ധം ചെയ്യാൻ, റേഷ്യോ ചെയ്യാൻ ഒത്തിരി മെത്തേഡുകളുണ്ട്. 60 × 2/5 ചെയ്താൽ ആദ്യത്തെ ആളുടെ എമൗണ്ട് കിട്ടും. റെഡി? അങ്ങനെ ചെയ്യാം. അതായത് നമ്മൾ ടോട്ടൽ 5 കഷ്ണങ്ങളാക്കുവാണ് ഇതിനെ. ഏത് 60 രൂപേനെ 5 കഷ്ണങ്ങളാക്കിയിട്ട് എന്ത് കൊടുക്കുവാണ്? വീതിച്ചു കൊടുക്കണം അല്ലെ. ടോട്ടൽ 5 കഷ്ണമല്ല, 2 കഷ്ണമുണ്ട് 3 കഷ്ണമുണ്ട്. അതായത് ടോട്ടൽ 5 കഷ്ണം. ആദ്യത്തെ ആൾക്ക് കിട്ടുന്ന എത്ര കഷ്ണം? 60-ന്റെ
5 കഷ്ണം കഷ്ണോ 2 എണ്ണം. അതാണ് നമ്മൾ 60 × 2/5 എന്ന് എഴുതുന്നത്. അതായത് 60നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ശരിക്കും ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന പ്രോസസ് അത് തന്നെയാണ് ഇവിടെ. 60നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഇവർക്ക് 60 രൂപേനെ 2 ഭാഗോ 3 ഭാഗോ ആക്കിയിട്ട് വീതിച്ചു കൊടുക്കുന്ന, അതായത് ടോട്ടൽ 5 ഭാഗങ്ങളാക്കുവാണ്, 5 ഭാഗം വെക്കുവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി? എനിക്ക് ആ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ 60ന് 5 ഭാഗം ആദ്യം ആക്കി വെക്കുക. 60ന് 5 ഭാഗം ആക്കി വെക്കുക. 60ന് 5 ഭാഗം ആക്കിയാൽ ഒരു ഭാഗം എന്ന് പറയുന്നത് 12 രൂപയാണ്. ആദ്യത്താക്ക് 2 ഭാഗം കൊടുക്കണം. അപ്പൊ 12 × 2 24 വരും. രണ്ടാമത്താക്ക് 3 ഭാഗം കൊടുക്കണം. അപ്പൊ 12 × 3 36 എന്ന് വരും. അത് ഒറ്റയടിക്ക് ചെയ്യുമ്പോഴാണ് എങ്ങനെ ചെയ്യുന്നത്? 60നെ 5 ഭാഗം ആക്കിയതിൽ 2 ഭാഗം ആദ്യത്തെ ആൾക്ക്, ഫസ്റ്റ് വ്യക്തിക്ക്. അത് ഒറ്റയടിക്ക് ചെയ്തുമ്പോൾ ഇങ്ങനെ എഴുതും. 60നെ 2/5 കൊണ്ട് ഗുണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ? 5 ഭാഗം ആക്കിയതിൽ 2 ഭാഗം ആൾക്ക് കിട്ടുന്നു, ആദ്യത്തെ ആൾക്ക്. രണ്ടാമത്തെ ആൾക്ക് സെക്കൻഡ് പേഴ്സൺ എങ്ങനെ കിട്ടും? 60നെ 5 ഭാഗം ആക്കിയതിൽ 3 ഭാഗം. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 24 എന്ന് കിട്ടും, ഇവിടെ 36 എന്ന് കിട്ടും. ഒരു കുഴപ്പമില്ല. പിന്നെന്ന് വെച്ചാൽ ഇത് ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഈ റേഷ്യോയിൽ ഏകദേശം 99% ക്വസ്റ്റ്യൻസും ഇല്ല. നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ചിട്ട് നോക്കാം. ഓക്കെ, അതിന് അങ്ങനെ ഒരു ഗുണമുണ്ട് റേഷ്യോന്റെ ഒരു ഗുണം അതാണ്. ഓപ്ഷൻ വെച്ചിട്ട് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കി 60 രൂപയാണ് ഭാഗിക്കുന്നത്. ഓക്കെ, ഓരോരുത്തർക്ക് എത്ര കിട്ടുന്ന ABCD പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ABCD കൂട്ടി നോക്കുക, 60 കിട്ടുന്ന ഏതൊക്കെയാണ് ഉള്ളതെന്നുള്ള. 23 27 കൂട്ടി എത്ര ഉണ്ടാവും? 20 40 50. 50 നമ്മൾ ഭാഗം വെക്കുന്നത് അല്ല. ഓക്കെ, 24 36 കൂട്ടി എത്ര വരും? 60 വരും. ഇതാവാം. ഓക്കെ, ഉറപ്പിച്ചിട്ടില്ല, ഇതാവാം. അടുത്ത് 25 35 കൂട്ടിയാൽ 35 5 40 2 20 60 ഇതും ആവാം. 26 34 50 50 60 ആവാം. അപ്പൊ BCDയിൽ ഏതെങ്കിലും ആവാം. പക്ഷേ BCDയിൽ ഏതെങ്കിലും ആവാന്ന് വെച്ചാല് ആ ആവുന്ന സംഖ്യ ഏത് അംശബന്ധത്തിൽ റേഷ്യോയിലായിരിക്കണം? 2:3. അപ്പൊ 2:3 ചെറുതാക്കി കഴിഞ്ഞാൽ 2:3 കിട്ടുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത് നോക്കുക നിങ്ങൾ. BCD എടുത്തിട്ട്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ തന്നെ നോക്കിക്കോ, 24/36 ചെറുതാക്കി നോക്കാം. അപ്പൊ ചെറുതാക്കി കൊണ്ടുവന്നാൽ 2 കൊണ്ടായിരിക്കുന്ന ആദ്യം 12/18 എന്നാവും. വീണ്ടും 2 കൊണ്ടായിരിക്കുന്നതാണെങ്കിൽ 6/9 എന്നാവും. ഇനി ആ 2 കൊണ്ടായിരിക്കാൻ പറ്റില്ല, 3 കൊണ്ടായിരിക്കാൻ പറ്റും. 3 കൊണ്ടായിരിക്കുന്നതാണെങ്കിൽ 2/3. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് 2:3 എന്ന് കിട്ടി അല്ലെ? ഇതല്ലായിരുന്നു വേണ്ടത് നമുക്ക്. 2:3 എന്നുള്ള അംശബന്ധത്തിലല്ല വരേണ്ടത്. അപ്പൊ അങ്ങനെ ഓപ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ബാക്കി ഓപ്ഷൻ C യും D യും നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം C യും D യും ചെയ്താൽ എന്ത് കിട്ടൂല? 2:3 അംശബന്ധം കിട്ടൂല ഒരിക്കലും. അങ്ങനെ ഓപ്ഷൻ വെച്ചിട്ടും എന്ത് ചെയ്യാ, ഈ റേഷ്യോ പ്രൊപ്പോർഷന്റെ പല ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ പറ്റും? ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത റേഷ്യോയിൽ കുറെ മോഡൽസുകൾ ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസിനും ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ പല ടൈപ്പ് മോഡലുകളുണ്ട് ഇതിൽ. ഇതൊരു മോഡലാണ്. ഇതും നിങ്ങൾക്കൊരു ചോദിക്കുന്ന ഒരു ടൈപ്പ് മോഡലാണ്. രവിയുടെയും രാജുവിന്റെയും കയ്യിലുള്ള രൂപയുടെ അംശബന്ധം 2:5 ആണ്. രാജുവിന്റെ കയ്യിൽ രവിയുടെ കയ്യിൽ ഉള്ളതിനേക്കാൾ 3000 രൂപ കൂടുതൽ ഉണ്ടെങ്കിൽ രാജുവിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ആ മെത്തേഡ് അറിയെങ്കിൽ നിങ്ങൾ അതന്നെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മെത്തേഡിലാണെങ്കിൽ രവിയുടെ കയ്യിലുള്ള ഒറിജിനൽ എമൗണ്ട് നമ്മൾ എങ്ങനെ എഴുതുമോ? എങ്ങനെ എഴുതുക? എന്ത് വെച്ചിട്ട് എഴുതുക? X വെച്ചിട്ട് 2x. 2x. ഇനി രാജുവിന്റെ കയ്യിലാണെങ്കിലോ 5x. അപ്പൊ ഇവരുടെ കയ്യിലുള്ള ഒറിജിനൽ ക്യാഷ് നമുക്ക് കിട്ടിയ രവിയുടെ കയ്യിൽ ഒറിജിനൽ ശരിക്കും ഉള്ളത് 2x എമൗണ്ട് മണി ഉണ്ട്, രാജുവിന്റെ കയ്യിൽ 5x എമൗണ്ട് മണി ഉണ്ട്. ഇനി നമ്മുടെ ടാസ്ക് x കണ്ടുപിടിക്കല. ആ x കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് അടുത്തതിൽ തന്നിട്ടുണ്ടാവും, താഴെ തന്നിട്ടുണ്ടാവും. എന്താന്ന് നോക്കാം, അത് വായിച്ചു നോക്കാം. രാജുവിന്റെ കയ്യിൽ രവിയുടെ കയ്യിലുള്ളതിനേക്കാൾ 3000 രൂപ കൂടുതലുണ്ട്. അതായത് ഇവരുടെ കയ്യിലുള്ള എമൗണ്ടിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാ? 3000 ആണ്. അതായത് ഇവരുടെ കയ്യിലുള്ള എമൗണ്ടുകൾ നമുക്ക് ഇപ്പൊ ശരിക്കും അറിയാം, 5x 2x ആ. അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 5x 2x മൈനസ് ചെയ്യാം. ആ മൈനസ് ചെയ്ത് ഏതിന് തുല്യമായിരിക്കുമോ? 3000 തുല്യമായിരിക്കും. ഓക്കെ, ഇതുവരെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഏകദേശം ക്വസ്റ്റിന്റെ ഫുൾ ആയി. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ? അവര് നമുക്ക് തന്ന പോയിന്റ് രാജുവിന്റെ കയ്യിൽ രവിയുടെ കയ്യിലുള്ളതിനേക്കാൾ 3000 രൂപ കൂടുതലുണ്ട്.
എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താ, രണ്ടുപേരുടെയും കയ്യിലുള്ള എമൗണ്ടുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3000. ഒരാളുടെ കയ്യിൽ 3000 കൂടുതലുണ്ടെന്ന് പറയുന്നതാണ്. അതായത് വലിയ എമൗണ്ടിൽ നിന്ന് ചെറിയ എമൗണ്ട് കുറച്ചാൽ എത്ര കിട്ടും? 3000 കിട്ടും. 5x നിന്ന് 2x കുറച്ചാൽ 3000 കിട്ടും. 5x നിന്ന് 2x കുറച്ചാൽ അല്ലെങ്കിൽ എത്ര ഉണ്ടാവും? അത് 3x. 5x നിന്ന് 2x കുറക്കോട്ടോ. ഇതൊന്നും നോക്കണ്ട, ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കണേ. 5x നിന്ന് 2x കുറച്ചാൽ 3x. അപ്പൊ 3x ആണ് ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 3000 തന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം x ഈക്വൽ എത്രയാ? 3000 ഡിവൈഡ് ബൈ 3. 3 കൂട്ടിക്കുന്ന അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം എന്നാവും. 3000-ന് 3 എത്ര വരും? 1000. അപ്പൊ x 1000 കിട്ടിയാൽ അതിനൊന്നും നോക്കണ്ട, ഇതിൽ കൊടുത്തോളാം. അപ്പൊ രവിയുടെ കയ്യിലുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? 2 2000. അരി രാജുവിന്റെ കയ്യിലെന്ന് വെച്ചാൽ 5x ആണ്. 5 × 5000. ഓക്കെ, അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. രാജുവിന്റെ കയ്യിലുള്ള എത്ര രൂപയുണ്ട്? രാജുവിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 5000 രൂപ. ഓക്കെ, വളരെ ഓപ്ഷൻ സി ആണേ. ഓപ്ഷൻ ഡി അല്ല. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് രവിയുടെ കയ്യിലുള്ള എമൗണ്ടാ ചോദിച്ചെങ്കിൽ മാത്രം കുത്തണം. രവിയുടെ കയ്യിലുള്ള അല്ല ചോദിച്ചത്. രവിയുടെ കയ്യിൽ 2000 രൂപ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ അതല്ല ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ രാജുവിന്റെ കയ്യിലാണ്. രാജുവിന്റെ കയ്യിലുള്ള എമൗണ്ട് 5000. ഇത് ക്ലിയർ ആണോ? ഇത് ഈ ക്വസ്റ്റ്യൻ തന്നെ ഒരു രീതിയിലും കൂടി ചോദിക്കാം. എങ്ങനെയാണെന്ന് അറിയാമോ? ഇവരുടെ കയ്യിലുള്ള ആകെ തുക എന്ത്? ഓക്കെ, ഇവരുടെ കയ്യിലുള്ള ആകെ തുക എന്ത്? അപ്പൊ 5000 ഒന്നെങ്കിൽ 5000 2000 കൂട്ടുക. അപ്പൊ എത്ര ഉണ്ടാവും? 7000. ഇനി അങ്ങനെ കൂട്ടുന്നില്ല, നിങ്ങൾ ആദ്യം തന്നെ 2x-ഉം 5x-ഉം കൂട്ടുന്നുണ്ടല്ലോ. 2x-ഉം 5x-ഉം കൂട്ടിയാലും മതി. എത്ര? 7x ആണ്. അപ്പൊ x എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിന്റെ സ്ഥാനത്ത് കൊടുത്താൽ മതി. പിന്നെ 7 × x എത്രയെന്ന് കിട്ടിയത് ഇവിടെ? 1000. അപ്പൊ 7 × 1000 കൂട്ടി കഴിഞ്ഞാൽ 7000 എന്ന് കിട്ടും. ആ രണ്ട് രീതിയിലും ചെയ്യാം. ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർ കയ്യിലുള്ള കണ്ടിട്ട് അത് കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാ? x എഴുതി വെച്ചിട്ട് അങ്ങ് കൂട്ടിയാൽ മതി. 2x 5x കൂട്ടി കഴിഞ്ഞാൽ 7x. അപ്പൊ 7x എന്ന് വെച്ചാൽ x 1000 ആണെങ്കിൽ 7000. അപ്പൊ ആകെ തുക, കയ്യിലുള്ള ആകെ തുക ചോദിച്ചാൽ 7000. ഇനി രാജുവിന്റെ കയ്യിൽ മാത്രം ചോദിച്ചെങ്കിൽ 5x 5000. രവിയുടെ കയ്യിൽ മാത്രം ചോദിച്ചെങ്കിൽ 2x 2000. നോക്കി, ഇത് ക്ലിയർ ആണെന്ന് പറഞ്ഞേ. ഇത് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ ചെയ്യേണ്ടി വരും. ക്ലിയർ ആണ്. എക്സ് കണ്ടുപിടിച്ച് ചെയ്യലായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ പേര് തമ്മിൽ തെറ്റിയിട്ട് ഞാൻ മെയിൻ ആയിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചാല് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ എക്സ് വെച്ചിട്ട് കുറെ കൂടി എളുപ്പത്തിൽ ചെയ്യാം. അതിനാണ് എക്സ് വെച്ച് പഠിക്കുന്നത് കേട്ടോ. ശരിക്കും നമ്മൾക്ക് എക്സാമിന് പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് എക്സ് വെച്ച് പഠിക്കുന്നത് വെച്ചാൽ ക്വസ്റ്റ്യൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും എക്സ് വെച്ച് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാവും. ശരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സ് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ എന്താണ്, ഈ 3000-നെ എത്ര കഷ്ണാക്കണോ? 7 കഷ്ണാക്കിയാൽ ആദ്യത്താക്ക് 2 കഷ്ണം, രണ്ടാമത്തെ 5 കഷ്ണം, ഇങ്ങനെ കൊടുത്താൽ മതി ശരിക്കും. പക്ഷേ എക്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, നമുക്കത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. ചെയ്യുമ്പോ പേര് തെറ്റില്ല, അല്ലെങ്കിൽ പേര് തെറ്റിയിട്ട് ഇത് സംഖ്യ മാറിപ്പോവും. ഇപ്പൊ രവി 2x, രാജു 5x എന്നുള്ള ഓർമ്മയിൽ ഇപ്പൊ 7000 എഴുതും. അല്ലെങ്കിൽ ഇപ്പൊ പോയിട്ട് 2000 എഴുതിയിരുന്നു. കാരണം പേര് തെറ്റിയിട്ട് എഴുതാൻ ചാൻസ് ഉണ്ട്. അത് എപ്പോഴും ശ്രദ്ധിക്കണേ. ഇതില് രണ്ടുപേരൊക്കെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 പേരുടെയും ഓപ്ഷനിൽ ഉണ്ടാവും എപ്പോഴും. ഷുവർ ആണത്. അത് നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി തന്നെ തരുന്നതാണ്. അത് ആ കേസിൽ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്തോണം. നോക്കി, ഇതില് നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഈ മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട് നോക്കട്ടെ. ഈ മോഡൽ പ്രീവിയസ് ചോദിച്ചതില് 5164. ഈ മോഡലല്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ട്. എന്നാലും റാണി, രാമു എന്നിവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 7:8 ആണ്. 4 വർഷത്തിന് ശേഷം റാണിയുടെ വയസ്സ് 25 ആയിരിക്കും എങ്കിൽ രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സുണ്ട്. ഓക്കെ, മൊത്തത്തിൽ വായിച്ചിട്ട് നിങ്ങളത് മൈൻഡിൽ ഇട്ടിട്ട് ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാൻ നോക്കരുതേ. ഒരു സെന്റൻസ് വായിച്ചിട്ട് അത് വെച്ച് നിങ്ങൾ ആ പോയിന്റ് എഴുതുക. നമുക്കറിയാം എന്താണോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് എങ്ങനെയാണോ അത് വെച്ച് ചെയ്ത് തുടങ്ങണം. അല്ലാണ്ട് 7:8 മൈൻഡിലിട്ട് 4 വർഷത്തിട്ട് കൂടി ആലോചിച്ച് അത് 25 ആക്കി രാമുവിനെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെന്നാന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അവിടെ. അപ്പൊ ആ ഫസ്റ്റ് സെന്റൻസ് വായിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞേ. റാണി, രാമു എന്നിവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 7:8. എഴുതാൻ പറ്റുന്ന കാര്യം എന്താ? റാണി 7x,
ആ റാണിയുടെ രാമുവിന്റെ ശരിക്കുള്ള വയസ്സ് പ്രായം 7x 8x. ആണ് ഇപ്പോഴത്തെ പ്രായം. രാമുവിന്റെ ശരിക്കുള്ള ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് 8x ആണ്. 8x ആണ്. ഇനി അടുത്ത സെന്റൻസ് വായിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ മാറ്റുക. അതായത് നമുക്ക് കിട്ടിയ ഡാറ്റ 4 4 വർഷത്തിന് ശേഷം റാണിയുടെ വയസ്സ് 25ആണ്. റാണിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാ? 7x അപ്പൊ 7x എത്ര കൂട്ടാണോ കുറക്കാണോ? +4. +4. അതായത് ഇപ്പോഴുള്ള വയസ്സ് 4 കൂട്ടണമല്ലോ, 4 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ 4 വർഷം കൂട്ടിക്കഴിഞ്ഞാൽ എത്രാന്ന് കിട്ടുന്നുണ്ട്? 25. 25 കിട്ടുന്നുണ്ട്. അപ്പൊ എക്സ് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇവിടുന്ന് എക്സ് കണ്ടുപിടിച്ച് വെച്ചോണം. അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഏതാ കൊണ്ടുപോകും? ആദ്യം 7ആണോ 4ആണോ? ആദ്യം 4 കൊണ്ടുപോകണം. ആദ്യം 4 കൊണ്ടുപോകട്ടോ. കൂട്ടുന്ന കുറക്കുന്ന സംഖ്യയാണ് ആദ്യം കൊണ്ടുപോകേണ്ടത്. അപ്പൊ 7x = 25. 21. അപ്പൊ 7x = 21. x = 21/7. 3. യെസ്. അപ്പൊ x = 21 ഹരിക്കണം 3 7 എന്ന് കിട്ടും. 21നെ 7 കൊണ്ട് ഹരിച്ചാൽ 3 എന്ന് കിട്ടി. അപ്പൊ കിട്ടി കേട്ടോ. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ആയി എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചെന്നുള്ള വായിക്കണ്ടേ. എങ്കിൽ രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ്, രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ത്? എത്ര? 8x. അപ്പൊ 8x ആണ് ഇപ്പോഴത്തെ വയസ്സ് എന്ന് വെച്ചാൽ 8 ഗുണിക്കണം 24. 24. 8 × 3 24. അതാണ് രാമുവിന്റെ ഇപ്പോഴത്തെ പ്രായം. ഓക്കെ. അപ്പം ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സെന്റൻസ് വായിച്ചാൽ റേഷ്യോ തരും, അതിനെ എക്സ് വെച്ച് എഴുതിയാൽ അതാണ് ഒറിജിനൽ എന്നുള്ള രീതിയിൽ പിന്നെ എടുത്തോണം നിങ്ങൾ. പിന്നെ ക്വസ്റ്റ്യൻ അനുസരിച്ചിരിക്കും. ഇത് പല മോഡലിലായിട്ട് വരും ക്വസ്റ്റ്യൻസ്. പിന്നെ രണ്ടാമത്തെ സെന്റൻസ് തരുന്നത് നിങ്ങൾക്ക് ഇപ്പൊ പ്രായത്തിന്റെ കേസ് ആയതുകൊണ്ട് 4 വർഷത്തിന് ശേഷം റാണിയുടെ വയസ്സ് എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പൊ നിങ്ങൾ 4 + 4 ചെയ്യണം. ഇനി 4 വർഷം മുമ്പ് എന്നായിരുന്നെങ്കിൽ -4 ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ചിലപ്പം എന്താണ് അവരുടെ രണ്ടുപേരുടെയും പ്രായങ്ങൾ, ആകെ പ്രായം എന്നൊക്കെ തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? 8x-ഉം 7x-ഉം തമ്മിൽ എന്ത് ചെയ്യേണ്ടി വരും? കൂട്ടേണ്ടി വരും അവരുടെ ആകെ പ്രായം എന്ന് പറയുമ്പോൾ. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു 4-5 മോഡൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ തരുമോ, ഈ ഒരു ടൈപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ കിട്ടുക എന്നുള്ളത്. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഈ ചെയ്ത ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ. 64. ആദ്യത്തെ സ്റ്റെപ്പ് ഒന്നുകൂടി പറഞ്ഞതാണ്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ റേഷ്യോ തന്നിരിക്കുന്ന റേഷ്യോന്റെ ഒപ്പരം എക്സ് ഇടുക. ഓക്കെ, അപ്പൊ 7:8 എന്നുള്ളത് 7x-ഉം 8x-ഉം ആവും. അതായത് ആദ്യത്തെ ആളുടെ പ്രായം 7x-ഉം രണ്ടാമത്തെ ആളുടെ പ്രായം 8x-ഉം. ഇനി 7x-ഉം 8x-ഉം ആണ് ഇവരുടെ ഒറിജിനൽ പ്രായം എന്നുള്ള നിലക്ക് എടുത്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പുകൾ അങ്ങോട്ട് ചെയ്യാൻ. അപ്പൊ അടുത്ത സെന്റൻസിൽ പറയുന്ന എന്താ കാര്യം? 4 വർഷത്തിന് ശേഷം റാണിയുടെ വയസ്സ്. അപ്പൊ ഇപ്പോഴുള്ള റാണിയുടെ വയസ്സ് 7x ആയിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പൊ 4 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഇതിനോട് എന്തായാലും 4 കൂടും. അതിനുശേഷം 4 വർഷത്തിന് ശേഷമുള്ള പ്രായം എത്രയാണ് തന്നിക്ക്? 25 തന്നിക്ക്. അപ്പൊ 7x-നോട് 4 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? എന്തായാലും 25 എന്ന് കിട്ടും. അപ്പൊ ആ ഒരു മെത്തേഡിൽ നമ്മൾ എക്സ് കണ്ടുപിടിക്കുന്നതാണ് 3 എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ എക്സിന്റെ റേഷ്യോന്റെ ഒപ്പം എക്സ് ഇടുക. രണ്ടാമത്തെ സെന്റൻസിൽ നിങ്ങൾക്ക് ആ എക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലൂ അവർ തരും. പിന്നെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കുന്നത്, ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. ഓക്കെ ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഏകദേശം കിട്ടും. 43. ഇത് നിങ്ങളൊന്ന് ചെയ്തേ. ചെയ്യുന്നുണ്ടോ? ചെയ്യണേ. ചെയ്യുന്നുണ്ട്. സർ ക്വസ്റ്റ്യൻ കാണുന്നില്ല. ക്വസ്റ്റ്യൻ കാണില്ല. കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നുണ്ട്. ആ, കാണുന്നുണ്ട്.
ക്ലാസ് കാണുമോ? ആൻസർ കിട്ടിയോ? കുറച്ച് പേര് 24 എ ആൻസർ എ 3:4. x = 20 പറഞ്ഞത്. ഇതില് ക്വസ്റ്റ്യൻ പ്രശ്നമില്ല കേട്ടോ. ആൻസർ ഓപ്ഷൻ ഇല്ലല്ലോ. പ്രശ്നം ഉണ്ടല്ലേ? ഓപ്ഷനിൽ ഇല്ല അല്ലേ ആൻസർ? ഇല്ലല്ലോ. 3:5 8 3x 2x. ഈ 4 നിങ്ങൾ മാറ്റണം കേട്ടോ. 4 അല്ല, ക്വസ്റ്റ്യനിൽ അത് മിസ്റ്റേക്ക് ഉണ്ട്. 5 ആയി കഴിഞ്ഞാൽ ശരിക്കും ഒരു ആൻസർ കിട്ടുന്നുണ്ട് അതില്. ആ 4 എന്നുള്ള മാറ്റി 5 ആക്കിയാൽ ഒരു ആൻസർ കിട്ടും. 5 ആക്കി ചെയ്ത് നോക്കി. ആ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ് സംഭവം. ഒരു നിശ്ചിത തുക 2 വ്യക്തികൾക്ക് 3:5 കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്ത് നോക്ക്. 3:4 വെച്ച് ചെയ്താൽ ക്വസ്റ്റ്യൻ അതിന് ആൻസർ വരില്ല. 3:5 ചെയ്യാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ വരും. 3:5 എന്ന അനുപാതത്തിൽ വീതിച്ചു നൽകുന്നെന്ന് കരുതുക. ഒരു വ്യക്തിക്ക് ലഭിച്ച തുക മറ്റേ വ്യക്തിയേക്കാൾ 20 രൂപ കുറവാണെങ്കിൽ ആകെ തുക എത്ര? എൺപതല്ലേ? യെസ്, 80 കിട്ടും. ഓക്കെ, ഇതിൽ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ വ്യക്തി കിട്ടിയ തുകയോ രണ്ടാമത്തെ വ്യക്തി കിട്ടിയ തുകയോ അല്ല, ആകെ തുകയാണ്. മറന്നു വരുതേ. അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്യണേ. ഫസ്റ്റ് ആൾക്ക് കിട്ടിയത് എത്ര എമൗണ്ട് ആയിരിക്കും ശരിക്കും എഴുതുവാണെങ്കിൽ? 3. സെക്കൻഡ് ആൾക്ക് കിട്ടിയത് 5x. 5x. അപ്പൊ ആദ്യത്തെ സെന്റൻസ് വായിക്കാൻ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റി. ഇനി ഒരു വ്യക്തിക്ക് ലഭിച്ച തുക മറ്റേ വ്യക്തിയേക്കാൾ 20 രൂപ കുറവാണെങ്കിലോ കൂടുതലാണെങ്കിലോ ഒന്നും നോക്കണ്ട. അതായത് 2 വ്യക്തികളുടെ തുക തമ്മിലുള്ള വ്യത്യാസം, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒറ്റ വായന നിങ്ങൾക്ക് മനസ്സിലാണേ ഉദ്ദേശിക്കുന്നത് അതാന്നല്ല. അതായത് വലുതെന്ന് ചെറുത് കുറച്ചാൽ എത്ര കിട്ടുമോ? 20. അപ്പൊ വലുതെന്ന് ചെറുത് പറയുമ്പോൾ ഏതായിരിക്കോ? 5x - 3x = 20. x = 20/2. x എന്ന് 3x കുറച്ചാൽ 2x ഉണ്ടാവും. അപ്പൊ 2x ആണ് ഇവിടെ 20 എന്ന് വെച്ചാൽ x = 20/2 എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണേ? അപ്പൊ ഇനി നമുക്ക് കൊണ്ടുപോയിട്ട് ചെയ്താൽ ഓരോരുത്തരും കിട്ടിയ തുക എത്രയാന്നുള്ള കറക്റ്റ് നമുക്ക് ഇവിടെ കിട്ടി. ആദ്യത്തെ കിട്ടിയത് 3x ആണ് എന്ന് വെച്ചാൽ 3 × 10 എത്ര വരും? രണ്ടാമത്തെ ആൾക്ക് കിട്ടിയത് 5x ആണ്. 5 × 10 50 ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ആക്കോ രണ്ടാമത്തെ ആക്കോ അല്ല, ആകെ തുക. ആകെ തുക എത്രയാ? 30 + 50. അപ്പൊ എത്ര വരും? ആകെ തുക 80. ഓപ്ഷൻ എ ആണ് അങ്ങനെ ആൻസർ വരും. ഇനി ആദ്യത്തെ വ്യക്തിക്ക് ലഭിച്ച തുക ചോദിച്ചാൽ 30, അങ്ങനെ ആയിട്ടാണ് നിങ്ങൾ കേട്ടോ. രണ്ടാമത്തെ വ്യക്തിക്ക് ലഭിച്ചെന്ന് ചോദിച്ചാൽ 50. ക്ലിയർ ആണല്ലോ? കുഴപ്പമില്ലല്ലോ ഇതില്? ആ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് വന്നാ ചില സമയത്ത് അവര് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കാണാനുണ്ട് ക്വസ്റ്റ്യനിൽ. 117. കാണാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഒന്നും വലുതായിട്ടില്ല. കാണുന്നില്ല. ഹരിയുടെയും റഹീമിന്റെയും വയസ്സുകൾ 3:2 എന്ന അംശബന്ധത്തിലാണ്. ഹരിക്ക് റഹീമിനേക്കാൾ 8 വയസ്സ് കൂടുതലായാൽ ഹരിയുടെ വയസ്സ് എത്ര? അതാണ് ക്വസ്റ്റ്യൻ. ഇനി വായിക്കണോ? കാണാത്ത കുറെ പേരുണ്ടോ സ്ക്രീനിൽ? ഹരിയുടെയും റഹീമിന്റെയും വയസ്സുകൾ 3:2 എന്ന അംശബന്ധത്തിലാണ്. ഹരിക്ക് റഹീമിനേക്കാൾ 8 വയസ്സ് കൂടുതലായാൽ ഹരിയുടെ വയസ്സ് എത്ര? ഈ 8 വയസ്സ് കൂടുതൽ കുറവ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത്രയൊന്നും എടുക്കണം. അതായത് 2 പേരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 8. ആ പോയിന്റ് പെട്ടെന്ന് കത്തിയാൽ പെട്ടെന്ന് കഴിയും.
അരി 16 ഒറിജിനൽ എക്സിക്കൽ 8 16 അരിയുടെ വയസ്സാകുമ്പോ 3x അപ്പൊ 24 വരിയുടെ 3x അരിയുടെ റഹീമിന്റെ ആ ഓർഡറിൽ തന്നെ എടുക്കണേ. അവര് പറയുന്ന ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. അരി റഹീം വയസ്സുകൾ 3:2 ആണ്. അപ്പൊ ആദ്യത്തെ ആള് 3x തന്നെ എടുക്കണം. ഓർഡർ തെറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തെറ്റിപ്പോകും ക്വസ്റ്റ്യൻ ആൻസർ. റഹീം എത്രയാ? 2x. അപ്പൊ അവരുടെ ഒറിജിനൽ പ്രായമാണ് ഈ എഴുതിയിരിക്കുന്നത്. അടുത്ത പോയിന്റ് വായിച്ചു നോക്കാം. അടുത്ത സെന്റൻസ്. ഹരിക്ക് റഹീമിനേക്കാൾ 8 വയസ്സ് കൂടുതലായാൽ ഒന്നുമില്ല, ഇവരിൽ നിന്ന് വലുത് ഒരാളുടെ പ്രായം കൂടിയ ആളിൽ നിന്ന് പ്രായം കുറഞ്ഞ ആളെ പ്രായം കുറച്ചു കഴിഞ്ഞാലേ എത്ര കിട്ടും? അപ്പൊ വ്യത്യാസം നടന്നത്രയായിരിക്കും എപ്പോഴും 8 ആയിരിക്കും. അതിന്റെ അർത്ഥം 3x 2x കുറച്ചാൽ എത്രയാണ്? 8. 3x 2x കുറച്ചാൽ x ആണ്. 1x എത്രയാന്ന് കിട്ടി? 8. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആരുടെ പ്രായം കാണാനാ? ഹരിയുടെ വയസ്സ്. ഹരിയുടെ വയസ്സ് എന്ന് പറയുന്നത് 3x ആണ്. 3 × 8 എത്രയാ? 24. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യണേ. കണ്ടോ, 16 ആണ് ഓപ്ഷൻ എ. 16 കിടക്കുന്നത് ഹരിയുടെ വയസ്സല്ല, റഹീമിന്റെ വയസ്സാണ്. ചാടിക്കാരി അതിൽ കൂട്ടരുത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, 24. ഇനി റഹീമിന്റെ പ്രായം ചോദിച്ചാൽ 2 × x 2 × 8 16 എന്ന് എഴുതുക. ഇനി ഇവരുടെ പ്രായങ്ങളുടെ തുക എന്ന് ചോദിച്ചാൽ 16 24 കൂട്ടുക. അപ്പൊ 40 എന്ന് കിട്ടും. അത് ഓപ്ഷൻ ഉണ്ട് കേട്ടോ, 40 ഡി. ഓക്കെ, ചെയ്യണേ. 136 ക്വസ്റ്റ്യൻ. ഈ ഒരു മോഡലാണ് നിങ്ങൾക്ക് കൂടുതലായി ചോദിച്ച് കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എടുത്തിട്ട് ഇങ്ങനെ ചോദിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 39 ഒരു മോഡൽ, വേറൊരു മോഡലാണ്. 13:7 എന്ന അംശബന്ധത്തിന്റെ ഇരുവശത്തും ഏത് സംഖ്യ കൂട്ടിയാൽ അംശബന്ധം 3:2 ആയി മാറും? ഓക്കെ, അപ്പൊ 13/7 ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് ഓപ്ഷൻ വെച്ച് ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം ഓപ്ഷൻ വെച്ചിട്ട്. 13:7 എന്ന് വെച്ചാൽ എത്രയാ? 13/7 അല്ലേ? എന്നിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുണ്ടോ എന്ന അംശബന്ധത്തിന്റെ ഇരുവശത്തും, അതായത് ഇരുവശം എന്ന് വെച്ചാൽ 2 മുകളിലും താഴെ കേട്ടോ, അതാണ് ഇരുവശം എന്ന് പറയുന്നത്. 13:7 ആകുമ്പോൾ ഇടതുവശം വലതുവശം ഉള്ള പോലെ മുകളിലും താഴെ ആ 2 സൈഡിലും ഏത് സംഖ്യ കൂട്ടിയാലാണ് അത് എന്തായിട്ട് മാറുമെന്ന് ചോദിക്കുന്നത്? 3:2, അതായത് 3/2 ആയി മാറും. ഇനി ആ സംഖ്യ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷനിൽ ABCD ഏതോ സംഖ്യയാണ്, ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. ആദ്യത്തെ ഓപ്ഷനിലെ സംഖ്യ ഏതാ? 1 കൂട്ടി വെക്കുന്ന ഞാൻ 1 കൂട്ടി വെക്കാൻ 2 മുകളിൽ താഴെ. അപ്പൊ മുകളിലത്തെ സംഖ്യ എത്രയാവും? 14. 8 ചെറുതാക്കിയ ഏത് കൊണ്ടായിരിക്കും? 2 കൊണ്ടായിരിച്ചോ? അപ്പൊ എത്ര വരും? 7/4. 3/2 ആണോ? അല്ല, ഇതില്ല. അപ്പൊ ആൻസർ അത് കഴിഞ്ഞ്. ഓക്കെ, നമുക്ക് 3/2 കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പൊ അടുത്തത് 13/7 എത്ര കൂട്ടുന്ന? ഓപ്ഷൻ ബിയിലെ സംഖ്യ കൂട്ടി വെക്കുന്നത്. ഓപ്ഷൻ ബിയിലെ സംഖ്യ ഏതാ? 2. അപ്പൊ മുകളിൽ താഴെ 2 കൂട്ടി വെക്കുക. 13 2 15 വരും. താഴെ 7 2 9 വരും. അയക്കാൻ പറ്റുന്ന സംഖ്യ ഏതാ? 3 ഉണ്ടായിരിക്കാം. അപ്പൊ 3 കൊണ്ട് മുകളിൽ അരിച്ചു കഴിഞ്ഞാൽ 5 വരും. 3/2 ആണോ? അല്ല. അപ്പൊ അതുമല്ല ഓപ്ഷൻ. അപ്പൊ ഇനി അടുത്തത് 13/7 ഏത് കൂട്ടി വെക്കാണ്? 3. ഓപ്ഷൻ സിയിലുള്ള 3 കൂട്ടി വെക്കാണ്. അപ്പൊ 13 3 16 ആവും. മുകളിൽ 7 3 10 ആവും. റെഡി? ഏത് കൊണ്ടായിരിക്കാം? 2 കൊണ്ടായിരിച്ചാൽ മുകളിൽ 8 ആവും. താഴെ 5 ആവും. 3/2 ആണോ? അല്ല, ഇത് ചെറുതാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട്. അല്ല, അപ്പൊ ആൻസർ നടന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ഇനി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. 13ന്റെ ഒപ്പം 5 കൂട്ടാം. താഴെ 7ന്റെ ഒപ്പം 5 കൂട്ടാം. ഓക്കെ, അപ്പൊ 13ന്റെ ഒപ്പം 5 കൂട്ടിയാൽ എത്ര ആവും? 18. താഴെ 12. ചെറുതാക്കിയ ഏത് കൊണ്ട് ചെറുതാക്കാം? എത്ര കൊണ്ട്? 3 കൊണ്ട് പറ്റും, 2 കൊണ്ട് പറ്റും, 6 കൊണ്ട് പറ്റൂ. ഏറ്റവും ചെറിയ 6 കൊണ്ടാണ് ഒറ്റയടിക്ക്. നിങ്ങൾക്ക് 6 കൊണ്ട് ചെയ്താൽ മുകളിൽ 3 താഴെ 2 കിട്ടും. ഇനി 2 കൊണ്ടാ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ. 2 കൊണ്ടാ ചെയ്യുന്നെങ്കിൽ 2 സ്റ്റെപ്പ് കൂടുതലുണ്ടാവും, അത്രേ ഉള്ളൂ. 2 കൊണ്ടാ ചെയ്യുന്നത് 18 2 കൊണ്ട് വെച്ചാൽ 9, 12 2 കൊണ്ട് വെച്ചാൽ 6. അപ്പൊ അടുത്ത ഒന്നുകൂടി ചെറുതാക്കാം, കാരണം 3 കൊണ്ടായിരിക്കാം 2 സ്ഥലത്തും.
3 കൊണ്ട് ഹരിച്ചാൽ 9 3 കൊണ്ട് ഹരിച്ചാൽ 3, 3. 3 കൊണ്ട് ഹരിച്ചാൽ 2. ഇതാണ് വേണ്ടത്. അതെ, അതാണ് വേണ്ടത്. അപ്പൊ ഏതാ ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 5. ഓക്കെ, ഇത് ഒരു കുറച്ച് ടൈം എടുക്കുമെങ്കിലും നിങ്ങൾക്ക് ഇനിയൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത് ചെയ്ത് നോക്കിയാൽ കിട്ടൂലേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഏത് ഇങ്ങനെ ഫുള്ള് ചെയ്ത് നോക്കന്നെ വേണോ അല്ലെ? വേറെ ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. വേറെ ഓപ്ഷൻ ഉണ്ട്, വേറെ രീതിയിലാണ് ശരിക്കും ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം എടുക്കുവാണെങ്കിൽ നിങ്ങൾ നോക്കി നോക്ക്, എക്സ് എടുത്തിട്ടൊക്കെ ചെയ്യാം. അത് വേണ്ട അല്ല, എളുപ്പമുള്ള ഇത് തന്നെയല്ലേ? വേണ്ട, നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ ഞാൻ പറയാണ്. ഇപ്പൊ 13/7 ആണല്ലോ, 13:7. ഞാൻ അതിന്റെ ഒപ്പം ഒരു സംഖ്യ കൂട്ടുവാണ്. എക്സ് എന്നുള്ള സംഖ്യയാണ് മുകളിലും താഴെ കൂട്ടുന്നത്. ഓക്കെ, അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് എന്തിലേക്ക് മാറൂ? ഏത് അംശബന്ധത്തിലേക്ക് മാറൂ? 3/2 എന്നുള്ള അംശബന്ധത്തിലേക്ക് മാറും. എക്സ് കണ്ടുപിടിച്ചാൽ പോരെ ഇവിടെ നമുക്കിനി? മതിയല്ലോ, എക്സ് കണ്ടുപിടിച്ചാൽ പോരാ. അതായത് 13/7 എന്നുള്ള അംശബന്ധത്തിനൊപ്പം എക്സ് 2 വശത്തും കൂട്ടുവാണ്, ഈ വശത്തും. അങ്ങനെ കൂട്ടിയപ്പോ അംശബന്ധം എന്തായിട്ട് മാറി? 3. അപ്പൊ എക്സ് ഇതിൽ കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ ആയി. അപ്പൊ ഇങ്ങനെ വന്നാൽ എങ്ങനെയാ അടുത്ത പ്രോബ്ലം ചെയ്യാം? ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്ഷൻ, ഇങ്ങനെയാണ് വരിക. A/B = C/D എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാം എഴുതേണ്ടത് ഈ ഡി ഇങ്ങോട്ടേക്ക് ഗുണിക്കുക. അപ്പൊ എന്താവും? A × D. ഓക്കെ, അതെ, താഴെയാണ് ഡി ഉള്ളത്. താഴെയുള്ളത് മുകളിലോട്ട് പോകും, ഇടത് സൈഡിലോട്ട് വരുമ്പോ. അതേ ടൈം അങ്ങനല്ലേ വരിക? ആ, അപ്പൊ A × D = C എന്നുള്ള ഫോമിലേക്ക് എഴുതണം. ഈ എഴുതാൻ അറിയണം ഇങ്ങനെ തന്നാൽ. ഒറ്റയടിക്ക് എഴുതുന്ന ഏറ്റവും നല്ലത്, കാരണം ഇതെല്ലാം ഓരോ പ്രാവശ്യം കൊണ്ടുപോകുന്ന 4 സ്റ്റെപ്പ് ഉണ്ടാവും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ തന്നെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? 2 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 2 ഗുണിക്കണം 13 + x എന്തിന് തുല്യ? 3 ഗുണിക്കണം 7 + x തുല്യാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയതാണ്, വേറെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. ഇവിടെ 2 താഴെയുള്ള സംഖ്യകൾ അങ്ങ് വലത്തോട്ടും അടുത്തോട്ടും കൊണ്ടുപോയി. അപ്പൊ ഗുണിക്കണം എന്നായി 2. ഇനി ഇത് ഗുണിക്കുക. 2 × 13 ചെയ്ത് എത്ര വരുമോ? 26. ഇനി 2 x ഗുണിച്ചാൽ 2x. 2x. 3 7 ഗുണിച്ചാൽ 3 × 7 21. ഇനി 3 x ഗുണിച്ചാൽ 3x. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് x ഒക്കെ ഒരു സൈഡില്, നമ്പേഴ്സ് ഒക്കെ മറ്റൊരു സൈഡില്. അപ്പൊ ഞാൻ 21 ഇങ്ങോട്ട് കൊണ്ടുവരാണ്, ഈ 2x അങ്ങോട്ട് കൊണ്ടുപോകാണ്. അപ്പൊ 26 ഓൾറെഡി ഇവിടെ ഉണ്ട്. 21 പ്ലസ് 21 ഇവിടെ വരുമ്പോ എന്താവും? -21. 3x അവിടെ ഉണ്ട്. ഞാൻ ഇവിടെ ഇടത് സൈഡിൽ നിന്ന് കൊണ്ടുവന്ന 2x പ്ലസ് 2x അവിടെ കൊണ്ടുപോകുന്നുണ്ടാവും മൈനസ്. ഓക്കെ, എല്ലാം കൂടി ഒരേ ടൈം ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കേസ് വരരുത്. 2 സ്റ്റെപ്പ് എടുത്ത് ചെയ്താൽ മതി. നിങ്ങള് പ്ലസ് മൈനസ് ആവും, അത്രേ ഉള്ളൂ. കൂട്ടുന്ന കുറക്കണം എന്നാവും, വേറെ കിട്ടുമല്ലോ അല്ലെ? ഇവിടുന്ന് എക്സ് കിട്ടും. സ്റ്റെപ്പ് കഴിഞ്ഞ് 26 21 കുറച്ച് എത്ര കിട്ടും? 5. അപ്പൊ 5 = 3x 2x കുറച്ചാല് x. അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. റെഡി? ഇങ്ങനത്തെ ഒരു മെത്തേഡാണ്. ആ നമ്പർ നമ്മളിവിടെ നേരത്തെ ഓപ്ഷനിലുള്ള എല്ലാ സംഖ്യയും എടുത്ത് കൂട്ടി നോക്കിയില്ലേ ഇവിടെ ഇങ്ങനെ x മാറിന്റെ. അതിപ്പോ എല്ലാ സംഖ്യകൾക്കും നമ്മൾ x ആയിട്ട് അങ്ങ് എടുത്തിട്ട് സോൾവ് ചെയ്യണം. അപ്പൊ കറക്റ്റ് ഒറ്റയടിക്ക് ആൻസർ കിട്ടും. റെഡി? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താ നിങ്ങൾ ചെയ്യാം? 2 മെത്തേഡിൽ ഏത് മെത്തേഡല്ലേ നിങ്ങൾ ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിച്ചോ. ഇതാ ഒരു ക്വസ്റ്റ്യൻ. 2 സംഖ്യകൾ 3:2 എന്ന അനുപാതത്തിലാണ്. അവയോട് 4 വീതം കൂട്ടിയപ്പോൾ അവയിൽ ചെറിയ 7:5 ആയാൽ അവയിൽ ചെറിയ സംഖ്യ ഏത്? അതല്ല, അത് വേറൊരു മോഡൽ. അതിങ്ങനെ ചെയ്തൂടെ? 3x + 4. അതങ്ങനെ ചെയ്യാം. 4 എന്നുള്ളത് ഇതില് 2x + 3:2 അനുപാതത്തിൽ അവയോട് 4 വീതം കൂട്ടിയപ്പോൾ അനുപാതം എന്തായി? 7:5. അവയിൽ ചെറിയ സംഖ്യ. സെയിം സംഭവം തന്നെയാണ് ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കൂട്ടുന്ന ഏതെന്നല്ല ചോദിക്കുന്നത്, ആ സംഖ്യ ഏതാന്നുള്ള ഒറിജിനൽ സംഖ്യ ഏതാന്നുള്ള അങ്ങ് ചോദിക്കുവാണ്. അപ്പൊ നിങ്ങളെ കൂടെ എന്ത് ചെയ്താൽ മതി? 3/2 എടുത്തിട്ട് x വെച്ചിട്ടാണ് കൂട്ടുന്നത്, അല്ല 4 വെച്ചിട്ടാണ് കൂട്ടുന്നത്. ഇവിടെ ആദ്യത്തെ റേഷ്യോ കൊടുക്കാം. എത്രയാ? ഒറിജിനൽ സംഖ്യ എടുക്കാം. 3x 2x. അതിനോട് എത്രയാ കൂട്ടുന്നത്?
4 കൂട്ടുവാണ്. 4 കൂട്ടുമ്പോ അതിന്റെ പിന്നെ എന്തായിട്ട് മാറും ആ അനുപാതം? 7/6. 7/5 അല്ലേ ഇത്? 5. 7/5 അല്ലേ ക്വസ്റ്റ്യനിൽ എന്നുള്ളത്? ഓ 7/5 അപ്പൊ 7/5 അല്ലേ എഴുതേണ്ടത്? 7/5 ആണ് എഴുതേണ്ടത്. ഇത് നമ്മളെ ഇപ്പം ചോദിച്ച ഞാൻ അവിടെ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിട്ട് വ്യത്യാസം ഉണ്ടേ. ഇതില് നമ്പർ കൂട്ടേണ്ട നമ്പർ അല്ല ഇവിടെ ചോദിക്കുന്നത്. അവർ ആ സംഖ്യ 2 സംഖ്യകൾ 3:2 എന്നുള്ള അംശബന്ധത്തിൽ പറഞ്ഞില്ലേ, ആ സംഖ്യ എങ്ങനെയാണ് ചോദിക്കുന്നത്, ഏതാന്നാ ചോദിക്കുന്നത് രാഹുല്. അപ്പൊ നമ്മൾ എന്തെടുത്താ മതി ഇങ്ങനെ ചോദിക്കുമ്പോ? സംഖ്യ 2x ഇതിന് x കണ്ടുപിടിച്ചിട്ട് അവയുടെ 4 കൂട്ടുക. അതിന് 4 കൂട്ടിയാ മതില്ലേ? ആ അപ്പൊ 3+4 into 5. യെസ്. ഇനി ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത്. അപ്പൊ ഇതിൽ കിട്ടുന്നത് എക്സ് ആ കിട്ടിയതെങ്കിൽ എക്സ് എത്രയോ ആവട്ടെ, എക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? ചെറിയ സംഖ്യ ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്. നമ്മളെ സംഖ്യ ഏതൊക്കെയായിരുന്നു? 3x-ഉം 2x. അപ്പൊ 2x-ന്റെ കൂടെയുള്ള സംഖ്യവും വരും. യെസ്. അപ്പൊ 2x ആണ് ചെറുത് വരിക. കാരണം എക്സ് പറഞ്ഞാൽ 2 കൊണ്ട് 3 കൊണ്ട് ഗുണിക്കുന്നല്ലേ. അപ്പൊ 2 കൊണ്ട് ഗുണിച്ചതായിരിക്കും ഏറ്റവും ചെറുത്. നോക്കെ ഇനി ഇവിടെ ഗുണിച്ചാൽ എങ്ങനെ കിട്ടുമെന്നുള്ളോ ഞാൻ പറഞ്ഞുതരാം. നോക്കെ ഈ 5 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പൊ എത്രയോ? 5 ഗുണിക്കണം 3x + 4 എന്ന് വരും. ഈക്വൽ ടു 7 ഗുണിക്കണം ഇതങ്ങോട്ടും പോകും 2x + 4. റെഡിയാണേ. ഇനി ഉള്ളിലേക്ക് ഗുണിക്കും ഓരോന്ന് എടുത്തിട്ട്. 5-ന് 3x ഗുണിച്ചാൽ 15x. 5-ന് 4 ഗുണിച്ചാല് 20. 7-ന് 2x ഗുണിച്ചാല് 14x. 7-ന് 4 ഗുണിച്ചാല് 28. റെഡി? എക്സ് ഒക്കെ ഒരു സൈഡിലും നമ്പേഴ്സ് ഒരു സൈഡിലും. 14x ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, 20 അങ്ങോട്ട് കൊണ്ടുവന്നു. എല്ലാം കൂട്ടുന്നതാണ്. സൈഡിലോട്ട് പോകുമ്പോൾ കുറക്കണം എന്നാവും. അപ്പൊ 15x 14x കുറക്കണം എന്നായി. ഇവിടെ 28 ഓൾറെഡി ഉണ്ട്. ഇവിടുന്ന് പോകുന്ന +20 അവിടെ പോകുമ്പോൾ എന്താവും? -20 ആവും. അപ്പൊ x = എത്രയാണ് കിട്ടുക? 8. നമ്മളോട് ചോദിച്ചിരിക്കുന്ന x കാണാനല്ലേ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചെറിയ 3x-ഉം 2x-ഉം ആയിരുന്നു. അപ്പൊ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 2x ആയിരിക്കും. 2 × 8 + 4 അല്ലേ വരിക? അപ്പൊ 20. അല്ല, അവയോട് 4 വീതം കൂട്ടിയപ്പോൾ എന്നാ ചോദിക്കുന്നത്. 2 സംഖ്യകളുടെ അനുപാതമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റേ 2x മാത്രം കൂട്ടിയപ്പോൾ 7:5 ആയാൽ അവയിൽ ചെറിയ സംഖ്യ ഏതാ? അപ്പൊ ഇപ്പൊ പ്രോബ്ലം കഴിഞ്ഞതിന്റെ ശേഷമുള്ള എഴുതേണ്ട, മുന്നത്തെ എഴുതേണ്ടത്? മുന്നത്തെ ഏറ്റവും തുടക്കത്തിൽ ഏതാണ് പറഞ്ഞത് അതാണ് ശരിക്കുള്ള ഒറിജിനൽ. തുടക്കത്തിൽ പറഞ്ഞാണ് ഒറിജിനൽ. അതാണ് നിങ്ങൾ എഴുതേണ്ടത്. 16 കൂട്ടിയപ്പോൾ അനുപാതം അവയിൽ ചെറിയ സംഖ്യ അല്ലേ ചോദിച്ചുള്ളത്? അപ്പൊ ലാസ്റ്റ് 20 ആൻസർ വരിക? അല്ല 20 ആൻസർ. 2x-ഉം 3x ആണ് നമ്മുടെ സംഖ്യകള്. അപ്പൊ 16. അപ്പൊ 2 × x എന്ന് പറയുമ്പോൾ 2 × 8 16 എന്ന് കിട്ടും. ഇവിടെ 3 × 8 എത്രന്ന് കിട്ടും? 24 എന്ന് കിട്ടും. അപ്പൊ അവര് പറയുന്നത് ഈ 16-നോടും 24-നോടും 4 വീതം കൂട്ടിയാൽ അതിന്റെ അംശബന്ധം 7/5 ആവുന്നതാണ്. ശരിയാ? നിങ്ങൾ കൂട്ടി നോക്കി 16-നോട് 20 അല്ലേ ആൻസർ സർ? ആൻസർ വരിക. കാരണം ഇത് കഴിഞ്ഞിട്ടുള്ളതാ ചോദിക്കണം. ആയാൽ അവയിൽ ചെറിയ സംഖ്യ ഏതെന്നാ, അല്ലാണ്ട് സംഖ്യ ഏതെന്നല്ല ചോദിക്കണത്. 2 സംഖ്യ ആയാല് അപ്പുള്ള സംഖ്യ ചോദിക്കണത്, മുന്നത്തെ സംഖ്യ അല്ല ചോദിക്കണത്. അപ്പൊ 20 അല്ലേ വരിക ആൻസർ? 5 വരും. 28 20 അല്ലേ വരുക? 20 വന്നാലേ എന്ത് നടക്കൂ? 20 വന്നാല് 24 3:2. അപ്പൊ 20 28 വന്നാലല്ലേ 7:5 എന്നുള്ള റേഷ്യോയില് കിട്ടുള്ളൂ. ഞാൻ ഇവിടെ തിരിച്ച് എഴുതിയോണ്ടാ. ഇവിടെ നോക്കിയേ, റേഷ്യോ തന്നിരിക്കുന്ന നോക്കേ. ഞാനതല്ല ഇവിടെ കാണിക്കാത്തത്. അല്ല 20-28 ആവുമ്പോ അല്ലേ 7:5 എന്നുള്ള റേഷ്യോയില് കിട്ടുക. ഇതാ ഇവിടെ പറഞ്ഞുതരാം. സംഖ്യകൾ ഏതൊക്കെയാ? 3x-ഉം
2x എന്ന് വെച്ചാല് എക്സ് നമുക്ക് കിട്ടിയ വെച്ച് നോക്കുമ്പോൾ ചേർത്ത് കൊടുത്താല് 3 × 8 24, 2 × 8 16 കിട്ടും. ക്ലിയർ ആണേ? ഇനി അവര് പറയുന്ന പോയിന്റ് നോക്ക്, 2ന്റെ ഒപ്പം 4 കൂട്ടിയാൽ, ഈ രണ്ട് സംഖ്യയുടെ ഒപ്പം 4 കൂട്ടിയാൽ എത്രയാവും? ഇത് 28 20 അല്ലെ? 24നോട് 4 കൂട്ടിയാൽ 28, 16നോട് 4 കൂട്ടിയാല് 20. അപ്പൊ റേഷ്യോ അവരുടെ റേഷ്യോ എത്രയായിട്ട് മാറും? 7:5 റേഷ്യോയിലാവും. 7:5 എന്നുള്ളത് നിങ്ങൾ നോക്കി, 7:5 കിടക്കുന്നത്. ഇത് 5 4 കൊണ്ട് ഇവിടെ ഹരിച്ചേ രണ്ട് സൈഡിലും. 28നെ 4 കൊണ്ട് ഹരിച്ചേ എത്ര വരും? 7. 7നെ 4 കൊണ്ട് ഹരിച്ചേ എത്ര വരും? 5. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒറിജിനൽ സംഖ്യ എന്ന് പറയുന്നത് ഇതാണ്. 24 16 ഒറിജിനൽ. അപ്പൊ ഒറിജിനൽ സംഖ്യ എഴുതണ്ടേ ഫസ്റ്റ്? ഇതിൽ കിട്ടിയ ഒറിജിനൽ സംഖ്യയാണ് എപ്പോ എഴുതണ്ട കേട്ടോ. ഒറിജിനൽ സംഖ്യയാണ് എഴുതേണ്ടത്. ഇവിടെ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 16. അതായത് നേരത്തൊക്കെ നിങ്ങളോട് നമ്മള് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇപ്പം രണ്ട് വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു എനിക്ക്. ഇപ്പം എന്താണ്, ഇവിടെ നോക്ക്, ഇപ്പൊ രണ്ട് സംഖ്യകൾ 5:6 എന്ന അംശബന്ധത്തിലാണ്. ഓക്കെ, ഇനി സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാല് ആ മുകളിലത്തെ കാര്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലൂ ആണ് പറയുന്നത് കേട്ടോ. മുകളിലത്തെ കാര്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലൂ ആണ് പറയുന്നത്. ഒരിക്കലും ഈ ഒരു മുകളിൽ പറഞ്ഞിരിക്കുന്ന സംഖ്യകളിൽ ഒരു മാറ്റം വരില്ല. ജസ്റ്റ് എന്താണ് ആ ഒരു ക്ലൂ ആണ് പറയുന്നത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ക്ലൂ ആണ്. അപ്പൊ ആ രീതിയിൽ മാത്രം എടുക്കാവൂ. ഇവിടെ ഇപ്പം നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റ്യനില് രണ്ട് സംഖ്യകൾ 3:2 എന്ന അനുപാതത്തിലാണ്. അത് ഉറപ്പിച്ച് പറഞ്ഞവരവിടെ, വേറെ ഒരു മാറ്റവും ഇല്ല അതിന്. ഇനി അവയോട് 4 വീതം കൂട്ടിയാൽ ഈ പറയുന്ന കാര്യം എന്താണ്? എന്തിനു വേണ്ടിയിട്ട് അടുത്തൊരു സെന്റൻസ് അവർ പറയുന്നത്? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ഇനി അങ്ങോട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ സംഖ്യകളിലൊന്നും വ്യത്യാസം വരുന്നുണ്ടോ? സംഖ്യകൾ എപ്പോഴും 3:2 തന്നെയാണ്. പക്ഷെ പിന്നെ പറയുന്ന എല്ലാ സെന്റൻസും നിങ്ങൾക്ക് ആ സംഖ്യകൾ കിട്ടാൻ വേണ്ടിയിട്ട് ക്ലൂ ആണ് അടുത്ത പറയുന്നതൊക്കെ. അപ്പൊ പിന്നെ ഒന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ അതിലേക്ക് കൂട്ടി വെക്കരുത്. അവയോട് 4 വീതം കൂട്ടിയാൽ, അപ്പൊ ഞാൻ ഓൾറെഡി സംഖ്യ 3x 2x എഴുതി, 4 വീതം കൂട്ടി, അപ്പൊ 3x + 4 2x + 4 അങ്ങനെ കൂട്ടിയാൽ 7:5 എന്നുള്ള അനുപാതത്തിലാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു 7:5 ആണ്. അതൊക്കെ സോൾവ് ചെയ്ത് അവസാനം എനിക്ക് എക്സ് കിട്ടി. എക്സ് കിട്ടിയിട്ട് ഞാൻ എക്സ് ആദ്യത്തെ ഒറിജിനൽ ഇതിലേക്ക് കൊടുത്തു. ഇതാണ് തുടക്കം നമ്മുടെ ഒറിജിനൽ സംഖ്യയായിട്ട് എടുത്തത്. അപ്പൊ അതിൽ കൊടുത്തപ്പോ എനിക്ക് 3x ഒപ്പം കൊടുത്തപ്പോ 24 കിട്ടി, 2x ഒപ്പം കൊടുത്തപ്പോ 16 കിട്ടി. അപ്പൊ അവയിൽ ചെറുത് ഏതാ? ചെറുത് 16 ആണ്. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നെങ്കിലോ, അവയിൽ ചെറിയ സംഖ്യയോട് 4 വീതം കൂട്ടിയത് എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പാ 16നോട് 4 കൂട്ടിയതാണ്. അപ്പൊ 20 തന്നെ ഉണ്ടാവും. ഓക്കെ ആണേ, അത് തെറ്റിക്കരുതേ. ഇതും അങ്ങനെ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതേ മോഡൽ വരുന്നതാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കി നോക്കുക. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു മോഡൽ കൂടി ചെയ്യാനുള്ള സമയം ഉണ്ടോ? 32. ഓക്കെ, ഇതിൽ ഇപ്പൊ പറഞ്ഞതിലെന്തോ ഡൗട്ട് ഉണ്ടോ? ഇതില് ഈ ഫുൾ സ്റ്റോപ്പ് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞട്ടോ. അവിടെ അതാണ് ഒറിജിനൽ സംഖ്യ, അതുവരെ വരുന്നതാണ് ഒറിജിനൽ സംഖ്യ. പിന്നെ ലാസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും. കൂട്ടിയാൽ, കൂട്ടിയപ്പോൾ എന്നൊക്കെ പറയുന്നത് എന്താ? അങ്ങനെ ചെയ്താൽ. ഓക്കെ, അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. അങ്ങനെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 7:5 കിട്ടും. അങ്ങനെ ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് തരുന്ന ഒരു ഹിന്റ് ആണത്. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹിന്റ് മാത്രമാണ്. അല്ലാതെ സംഖ്യയുള്ള ഒരു മാറ്റം വരുത്താനുള്ള ഒരു ഉദ്ദേശം അവർക്കില്ല. ക്ലിയർ ആണേ? അത് തെറ്റിക്കരുതേ. കാരണം നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ ABCDയിൽ നിങ്ങൾ ഏത് സംഖ്യ കണ്ടുപിടിച്ചാലും അതൊക്കെ ഓപ്ഷൻ ABCDയിൽ കാണുന്നുണ്ട്. ഓക്കെ, 16 കിടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇനി കൂട്ടിക്കഴിഞ്ഞാൽ അതും കിടക്കുന്നുണ്ടാവും. ഡൗട്ട് ഉണ്ടോ? 155 നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. ഇതിലല്ല, നമ്മൾ ചെയ്ത. ഓക്കെ, ഇതില് കുറെ മോഡൽസ് ഉണ്ട് കേട്ടോ. ശരിക്കും
കുറേ മോഡൽസ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇതൊക്കെ മോഡൽസ് ആണ്, ഈ റേഷ്യോ ഓഫ് ക്വസ്റ്റ്യനിലെ മോഡൽസ് ആണ്. നോക്ക്, ഇതൊക്കെ PSC ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതിന്റെ മോഡൽസ് ആണ് ഇത്. പക്ഷെ എല്ലാ മോഡൽസും നിങ്ങൾക്ക് അധികം ചോദിച്ച് കാണുന്നില്ല. ഞങ്ങൾക്ക് ചോദിച്ചൊരു മോഡൽ വെച്ചിട്ടാണ് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തത്. ഇതൊക്കെ ശരിക്കും പഠിക്കേണ്ട ആവശ്യം, ഇതൊന്നും നിങ്ങളോട് അങ്ങനെ ചോദിച്ച് കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഇതൊന്നും. ഇത് വേറൊരു മോഡലാണ്, ഇത് വേറൊരു മോഡലാണ്. ഓക്കെ, ഈ PDF വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് വാട്സപ്പിൽ ഇട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഓക്കെ, ചോദിച്ച ടൈപ്പിലുള്ള മോഡൽ ഞാൻ എന്ത് ചെയ്യും, നാളെ ഒരു പോളായിട്ട് ഇടും, നിങ്ങൾ ചെയ്ത് നോക്കണേ. അതൊക്കെ തന്നെ ചോദിച്ച ടൈപ്പ് മാക്സിമം വരുന്ന ഒരു ടൈപ്പ് എന്നുള്ളത് നോക്കി. ഇത് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുള്ളത്. ഇത് കൊണ്ടോ 3 അംശബന്ധം 3 എണ്ണം തന്നതാണിത്. 3 സഹോദരന്മാരുടെ വയസ്സുകൾ 2:3:5. ഒന്നുമില്ല, ചിലപ്പോൾ 3 എണ്ണം 4 എണ്ണം ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. അപ്പൊ സഹോദരന്മാരുടെ ഒറിജിനൽ വയസ്സ് എന്തായിട്ട് എടുക്കുക, 2x 3x 5x. ആകെ പ്രായം. അപ്പൊ ആകെ പ്രായം മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, 60 കിട്ടും. 10x = 60, x = 10 കിട്ടും. അപ്പൊ മൂത്ത ആളുടെ 5x 50. 60/10 6. X കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ ചോദിച്ചെന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കാം. മൂത്ത ആളുടെ പ്രായം എന്ത്, മൂത്ത ആൾ എന്ന് പറഞ്ഞാൽ എന്ത് പ്രായം? 50 ഓപ്ഷൻ കാണില്ലല്ലോ. 50 അല്ലല്ലോ, 60/10 6ആണ്. 6, സോറി 6. ഓക്കെ. അപ്പൊ 5 × 6. 5 × 6 30. 5 × 6 എന്ന് പറയുമ്പോ 30. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഈ ഒരു മോഡൽ നിങ്ങളോട് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാനത് ത്രികോണം എന്നുള്ള ഒരു ടോപ്പിക് എടുക്കുമ്പോൾ അതിൽ പറയാനാണ് വിചാരിക്കുന്നത്. കാരണം ത്രികോണത്തിന്റെ കോണുകളെ പറ്റിയിട്ട് ഒരു ഐഡിയ വേണം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ. ഈ ഒരു ടൈപ്പ് ചോദിച്ച കണ്ടിട്ടുണ്ട്, കോണുകളുടെ അംശബന്ധം. 180 അല്ലേ വരിക ടോട്ടല്? ടോട്ടൽ 180. അപ്പൊ 2x 3x 4x കൂട്ടിയാൽ 180 എന്നുള്ള രീതിയിൽ വരും. x കണ്ടുപിടിക്കാം. ഓക്കെ, ഇതില് നോക്കെ ഇന്നെടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുള്ളത്. സാർ നേരത്തെ പറഞ്ഞൊരു കണക്ക് ഒന്നുകൂടി പറഞ്ഞുതരോ? ഏതാ കണക്ക്? ഹരിയുടെയും റഹീമിന്റെയും വയസ്സുകൾ 3:2 എന്ന അംശബന്ധത്തിലാണ്. ഹരിക്ക് റഹീമിനേക്കാൾ 8 വയസ്സ് കൂടുതലായാൽ ഹരിയുടെ വയസ്സ് എത്ര ആകും? 136. നോക്കേ, ഇതിൽ നോക്കേ, ഇതാണ് ക്വസ്റ്റ്യൻ. ഹരിയുടെ റഹീമിന്റെ വയസ്സുകൾ 3:2 എന്ന അംശബന്ധത്തിലാണ്. അപ്പൊ ഒറിജിനൽ പ്രായം അതിന്റെ ഒപ്പം എക്സ് കൊടുത്താൽ ഒറിജിനൽ പ്രായമായി. ഓക്കെ, എത്രയാ ഒറിജിനൽ പ്രായം? 3. ഇവിടെ ഏത് കാണുന്നില്ലേ സൈഡിലോട്ട്? അടുത്തത് റഹീം, ഒറിജിനൽ പ്രായം എത്രയായിരിക്കും? 2 റേഷ്യോ വരുന്നത്. അപ്പൊ എക്സ് ഇട്ട് കൊടുത്താൽ ഒറിജിനൽ ആയി 2x. അപ്പൊ ഇവരുടെ ഒറിജിനൽ ആണ് ഇത്. പക്ഷെ നമുക്ക് എക്സ് അറിയില്ല എന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഇതില്. ഇനി അടുത്ത സെന്റൻസ് വായിച്ചു നോക്കാം. അപ്പൊ നമുക്ക് എക്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലൂ അതിൽ വരും. ഹരിക്ക് റഹീമിനേക്കാൾ 8 വയസ്സ് കൂടുതലായാൽ. അപ്പൊ നിങ്ങളൊന്നും ചിന്തിക്കണ്ട, ഒരാൾക്ക് ഒരാളുടെ വയസ്സിനേക്കാൾ കൂടുതൽ കുറവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശിക്കുന്നത് എന്താ? വലുതെന്ന് ചെറുത് കുറച്ചാൽ അതായിരിക്കും, ആണല്ലോ. എപ്പോ അങ്ങനെയല്ലേ വരുന്നത്? രണ്ടുപേരുടെയും പ്രായങ്ങൾ തമ്മിലുള്ള വ്യത്യാസമല്ല ഈ പറയുന്നത്. ഹരിക്ക് റഹീമിനേക്കാൾ 8 വയസ്സ് കൂടുതൽ, അല്ലെ ഹരിക്ക് റഹീമിനേക്കാൾ 8 വയസ്സ് കുറവ് എന്നൊക്കെ പറഞ്ഞാലും പ്രായങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് അവർ പറയുന്നത്. അപ്പൊ പ്രായങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാം. ഇവിടെ ഹരി 3x ഉണ്ട്, റഹീം 2x ഉണ്ട്. വ്യത്യാസം പറയുന്നത് എന്താ? 3x അതെത്രയാ? 8. അപ്പൊ 3x 2x കുറച്ചാൽ 8 കിട്ടും. എന്നുവെച്ചാൽ 3x 2x കുറച്ചാൽ എത്ര വരും? 3x 2x കുറച്ചാൽ x ആണ്. അപ്പൊ x = 8 എന്ന് കിട്ടി. അപ്പോ x = 8 കിട്ടിയാൽ അവർ ചോദിച്ചിരിക്കുന്നത് നോക്ക്, ഹരിയുടെ വയസ്സ്. ഹരിയുടെ വയസ്സ് എന്തായിരുന്നു? 3x.
അല്ലെ 3x അല്ലേ നമ്മൾ ഒറിജിനൽ എടുത്തത്. എക്സ് കിട്ടിയ സ്ഥിതിക്ക് അതിന്റെ ഒപ്പം എക്സും കൂടി ഇട്ട് കൊടുക്കാം. 3 എക്സിന് പകരം 8 കൊടുക്കാം. 3 × 8 എത്ര വരും? 24. ഓക്കെ, അതുകൊണ്ടാണ് അരിയുടെ വയസ്സ് 24 എന്ന് പറഞ്ഞത്. ഇനി റഹീമിന്റെ വയസ്സാ ചോദിച്ചെങ്കിൽ നമുക്ക് 2x എടുത്തിട്ടുണ്ട്. അപ്പൊ 2 എക്സിന് പകരം 8 കൊടുക്കുക. 2 × 8 16 എന്ന് കിട്ടും. റഹീമിന്റെ വയസ്സാണ് ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ. ക്ലിയർ ആണേ? അടുത്ത ഈ സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവണം. ഇപ്പൊ റഹീമിനേക്കാൾ 8 വയസ്സ് കൂടുതലായാൽ, ഹരിക്ക് റഹീമിനേക്കാൾ 8 വയസ്സ് കൂടുതലായാൽ എന്ന് വായിക്കുമ്പോൾ നിങ്ങൾ ഇത് ഏതാണ് ഹരീമിന്റെ അടുത്തത്, ഏതാണ് റഹീമിന്റെ അടുത്തത് എന്നൊന്നും ചിന്തിക്കണ്ട. എപ്പോഴും രണ്ടുപേരുടെ പ്രായത്തിന്റെ വ്യത്യാസമാണ് തന്നത് എന്ന് വെച്ചാൽ വലുതെന്ന് ചെറുത് കുറച്ചാൽ അതായിരിക്കും. വേറൊരു വഴിക്കും അത് വരാൻ പറ്റില്ല. നിങ്ങളിപ്പോ നിങ്ങളുടെയും നിങ്ങളുടെ ഒരു മൂത്ത ആളുടെയും തമ്മിലുള്ള പ്രായത്തിന്റെ വ്യത്യാസം 10 പറഞ്ഞാണ്. അതെപ്പോഴും എങ്ങനെ കിട്ടുക? മൂത്താളുടെ പ്രായത്തിൽ നിന്ന് നിങ്ങളുടെ പ്രായം കുറക്കുമ്പോ അല്ലേ? ഓക്കെ, അപ്പൊ ഒന്ന് കൂടുതൽ ഒന്ന് കുറവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ ഉദ്ദേശിക്കുന്നത് വ്യത്യാസമാണ്. ആ വ്യത്യാസം അങ്ങ് കണ്ടുപിടിച്ചു കൊടുക്കുക. അപ്പൊ എയിൽ നിന്ന് എക്സ് കിട്ടും ആ വ്യത്യാസം കണ്ടുപിടിക്കുമ്പോൾ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, നോക്കാം വേറെ ആർക്കെങ്കിലും ഒന്നും ഡൗട്ട് ഉണ്ടോ എന്നുള്ളത്. നിങ്ങൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ചെയ്യണം കേട്ടോ. ഞാനൊരു 2-3 ക്വസ്റ്റ്യൻ തരാൻ മാക്സിമം നോക്കാം. അല്ലാതെ നടക്കൂല. കാരണം നിങ്ങൾ ചിലതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തെറ്റിച്ച കാണുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാത്ത ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മിക്കവാറും എന്ത് ചെയ്യും, കുറച്ച് ക്വസ്റ്റ്യൻസ് തരും, അല്ലെങ്കിൽ ഒരു എക്സാം നടത്താൻ പറയും. ഈ ബൈഹാർട്ട് ആക്കുന്ന പോലെ മാത്സ് അവസാനത്തെ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കണ്ടേ. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഈ കാൽക്കുലേഷൻ ഒക്കെ എന്ത് ചെയ്യും, മൈൻഡിലേക്ക് പിടിച്ചു വരണം. അപ്പോഴാണ് സ്പീഡായി വരിക. മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡിലേക്ക് എന്ത് ചെയ്യും, ഉറക്കും. ഓക്കെ, എന്ന് ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നില്ല ഒരു വേഗതയുടെ ക്വസ്റ്റ്യന്? അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ബൈ 2 ചെയ്യണല്ലേ? അല്ല, അങ്ങനെ ചെയ്തിട്ടാ 40 കിട്ടിപ്പോയത്. നിങ്ങള് ഇതിന്റെ ക്ലാസ്സിനുണ്ടായിരുന്നോ സ്പീഡ് ഡിസ്റ്റൻസ് എടുക്കുമ്പോ? ഉണ്ടായിരുന്നു. അതില് ഒരേ ദൂരം സഞ്ചരിക്കുന്നതാണെങ്കിൽ ശരാശരി വേഗത കാണാൻ ഞാൻ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? ഇല്ല. 2AP divided by A plus B. 2AP divided by A plus B. ഓർമ്മയില്ല? ഓർമ്മ വന്ന്. ഞാൻ പറഞ്ഞു ഇത് ഈ സാധനം ഓർമ്മ വേണം. ഇത് അത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു മോഡൽ നടന്നത്, ശരാശരി വേഗത കാണുന്നത്. നോക്കി, ഇതാണ് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇന്ന് തന്ന ക്വസ്റ്റ്യൻ. ഞാൻ ഈ ക്ലാസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരേ ദൂരമാണ് സഞ്ചരിക്കുന്നത്. എ എന്ന് ബിയിലേക്ക് സഞ്ചരിച്ച് തിരിച്ച് ബി നേലേക്ക് വരുന്നതാണ്. അപ്പൊ തുല്യ ദൂരം സഞ്ചരിക്കുന്ന, അപ്പൊ അതിന്റെ ശരാശരി വേഗത പറയുമ്പോൾ ഇക്വേഷൻ ഉപയോഗിക്കുക 2AB divided by A plus B. എപ്പോഴും ഫസ്റ്റ് ഓപ്ഷൻ നടന്ന ഇതിന്റെ രണ്ടിന്റെ നടുക്കുള്ളതായിരിക്കും. 50ന്റെ 30 അല്ല, ഓപ്ഷൻ 40 തരും. കുറെ ആൾ അതിൽ ചാടിക്കത്തും, ഉറപ്പാണ്. 50 30 കൂട്ടി 2 ഉണ്ടായിരിക്കും. അപ്പൊ 40 എന്ന് കിട്ടും. അല്ലേ ചെയ്യേണ്ടത് കേട്ടോ. അതാ ചെയ്തത്. നമ്മുടെ ശരാശരി കാണുന്നതും ശരാശരി വേഗത കാണുന്നതും നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ ആ ഒരു മെത്തേഡിലല്ല ചെയ്യുന്നത്. അപ്പൊ 2AB divided by A plus B ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 150/4 37.5 കിട്ടും. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു സെഷൻ സ്റ്റോപ്പ് ചെയ്യണേ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് എടുത്ത് ചെയ്ത് നോക്കണം. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുണ്ട്, എല്ലാത്തിന്റെ കമ്പയർ ചെയ്തൊരു PDF ഗ്രൂപ്പിലുണ്ട് കിടക്കുന്നത്. നമ്മൾ അടുത്ത ടോപ്പിക്കിന്റെ ഒക്കെ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കുക. എന്നാലും നിങ്ങൾക്ക് പ്രോഗ്രസ് പഠിക്കുന്നുണ്ട്, നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഡൗട്ട് എക്സാം നടത്തണോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സാം നടത്താൻ. ഞാൻ ക്വസ്റ്റ്യൻ എന്തായാലും പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, കൊടുക്കും. എക്സാം നടത്തണം. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇടാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് മേ ബി ചിലപ്പോൾ അപ്പം തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും എന്ത് ചെയ്യും, ടൈം കിട്ടുന്ന സമയത്ത് എന്തായാലും റിപ്ലൈ തരും. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ സ്റ്റോപ്പ് ചെയ്യണേ. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.